മരണത്തിന് കാരണമാകുന്ന ചില രോഗങ്ങൾ, ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തര ചികിത്സ ആവശ്യമാണ്. ഇങ്ങനെ അടിയന്തര ചികിത്സ നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് മെഡിട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ജിനേഷാണ്. സർ, വെൽക്കം. താങ്ക് യു. ഡോക്ടർ, സാധാരണ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാഷ്വാലിറ്റീസ് വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു ബോർഡാണ് കാഷ്വാലിറ്റീസ്. ഒരു എമർജൻസി മെഡിസിൻ തന്നെ ഒരു നൂതനമായ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി വന്നിട്ടുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാഷ്വാലിറ്റീസ് ആൻഡ് എമർജൻസി മെഡിസിൻ? ഇപ്പം നമ്മൾ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. പല ആശുപത്രികളിലും കാഷ്വാലിറ്റി ബോർഡ് മാറി എമർജൻസി വിഭാഗം എന്ന് വരാൻ തുടങ്ങി. ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ആശുപത്രിയിലെ ഏറ്റവും പരിചയക്കുറവുള്ള ആളുകൾ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് പണ്ട് ഹൗസ് സർജൻസ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതേപോലെ MBBS മാത്രമുള്ള മറ്റ് ട്രെയിനിങ് ഒന്നും ലഭിക്കാതെ PG ഒക്കെ കിട്ടുന്നതിന് മുന്നേ ജോലി ചെയ്യുന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരായിരുന്നു ഈ കാഷ്വാലിറ്റികൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളാണെങ്കിലോ ഏറ്റവും അപകടാവസ്ഥയിൽ അടിയന്തരമായി ചികിത്സ നേടേണ്ട ആൾക്കാർ. ഇവരെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും ഒട്ടും പരിചയസമ്പന്നരല്ലാത്ത വളരെ ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരായിരിക്കും. സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാർ വരുമ്പോഴേക്ക് പല കാര്യങ്ങളിലും അപകടം സംഭവിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ എമർജൻസി മെഡിസിൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. ഇപ്പോൾ വിദേശത്തെ US ആണെങ്കിൽ അത് 1970 മുതൽ ഇത് പ്രാക്ടീസിലുള്ളതാണ്. കേരളത്തിൽ അത് വരുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് ആസ്റ്റർ മിംസിലാണ്. അത് 2007 ആ വിഭാഗം അവിടെ വരുന്നത്. അപ്പോൾ ഈ വളരെ അടുത്ത കാലത്ത് ഒരു 15-17 വർഷം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇവിടെ ഒരു എമർജൻസി മെഡിസിൻ എന്നുള്ള സങ്കല്പം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എമർജൻസി മെഡിസിൻ എന്നുള്ള സങ്കല്പത്തിൽ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഓർത്തോപീഡീഷ്യൻ എല്ലുകളുടെ കാര്യം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു കാർഡിയോളജിസ്റ്റ് ഹൃദയത്തിൻ്റെ കാര്യം മാത്രമാണ്. അതേപോലെ ജനറൽ സർജനാണ് സർജറി വിഭാഗത്തിലെ കാര്യങ്ങൾ മാത്രമാണ് അവരതിൽ പ്രാവീണ്യം നേടിയിരിക്കുന്നത്. എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത് ഈ എല്ലാ പറയുന്ന, ഇപ്പോൾ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലായാലും ഹൃദയസ്തംഭനം ഉണ്ടായാലും ഒരു അപകടം ഉണ്ടായാലും ഒരു എല്ല് പൊട്ടിയിട്ട് വന്നാലും എല്ലാ എന്താ പറയുക വിഭാഗത്തെ പറ്റിയും അടിയന്തരമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല, അടിയന്തരമായ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളിൽ നന്നായി പരിശീലനം നേടിയ ആൾക്കാരായിരിക്കും ഈ എമർജൻസി വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു, അതായത് എല്ലാ സമയവും ടൈം ടു ടൈം റിസ്ക് ഫാക്ടേഴ്സ് കൂടിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അത് കേൾക്കുമ്പോൾ തോന്നുന്നു. കാരണം നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ഓഫ്താൽമോളജി അല്ലെങ്കിൽ ഓർത്തോ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ സീരിയസ് കേസസ് ഉണ്ടാവും. പക്ഷെ ഇതല്ല, ഇത് എല്ലാ സമയത്തും ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ വളരെ കോഷ്യസ് ആയിട്ട് ഡോക്ടർ ആ ടീം നിൽക്കേണ്ട ആവശ്യകത. എല്ലാ സമയത്തും വളരെ റിസ്ക് കൂടിയ ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് കൂടിയ കേസസ് അല്ലേ ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. ഈ റിസ്ക് കൂടുന്ന ഇതിൽ നമ്മൾ സാധാരണ ഇതിൽ നമുക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയും. ഓരോ പേഷ്യൻറ്റിനെയും കാണുന്നതിന് കൃത്യമായ സംവിധാനം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു റോഡ് അപകടത്തിൽ കൊണ്ടുവന്ന അയാൾക്ക് തലച്ചോറിന് പരിക്കുണ്ടാവും, ശ്വാസകോശത്തിൻ്റെ പരിക്കുണ്ടാവും, എല്ലുകൾ പൊട്ടിയിരിക്കാം, രക്തം വാർന്നിരിക്കാം. ഇപ്പം നമ്മളൊരു ഓർത്തോപീഡീഷ്യനാണ് വന്ന് നോക്കുന്നില്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എക്സ്പെർട്ടീസ് ആ എല്ലുകളുടെ കാര്യത്തിലാണ്. ന്യൂറോ സർജൻ വിളിച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എക്സ്പെർട്ടീസ് തലച്ചോറിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ഒരു സർജനെ വിളിച്ചാൽ അത് ശ്വാസകോശത്തിൻ്റെ കാര്യം നോക്കും. പക്ഷേ എമർജൻസി വിഭാഗത്തിൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മളൊരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, നമുക്കത് അതിന് ABCD എന്ന് നമ്മൾ പറയാം. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, അങ്ങനെ ഓരോ ജീവൻ അപകടപ്പെടാവുന്ന കാര്യങ്ങളെ ആദ്യം സമീപിക്കുക. ഇപ്പോൾ എല്ല് പൊട്ടി ചോര വാർന്നു വരുന്നു എന്ന് വെച്ച് നേരെ അത് പോയി ചെയ്യല്ല നമ്മൾ ചെയ്യുക. നമ്മൾ അയാളുടെ ശ്വാസനാളത്തിൽ തടസ്സമുണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ അതിന് ആ പേഷ്യനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം അയാളുടെ ശ്വാസകോശത്തിന് തകരാറുണ്ടെന്നും അതിനുശേഷം അയാളുടെ രക്തസ്രാവം നിർത്താൻ ശ്രമിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നും നമ്മൾ പ്രയോറിറ്റി, അതാണ് ആ വാക്ക്. നമുക്ക് എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ആദ്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ സമീപിക്കാൻ. ഇപ്പം നമുക്കൊരു സംശയം വരുന്ന സാർ എങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പനി കൂടിയിട്ട് ചില ആൾക്ക് അൺകോൺഷ്യസ് ആകുന്ന സ്റ്റേജ് ഉണ്ടാവും. സെയിം ടൈം ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു സംശയമാണ് ചോദിക്കുന്നത്. പനി കൂടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലേക്ക്
വരുന്ന സ്ട്രെച്ചറിൽ വരുന്ന ഒരു രോഗി, അതോടൊപ്പം തന്നെ ഇപ്പം നല്ല ചെസ്റ്റ് പെയിനുമായിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളം വെച്ചിട്ടും വരുന്ന ഒരു രോഗിയുണ്ട്. അത് അൺകോൺഷ്യസ് ആയിരിക്കും ഒരു കേസ്, മറ്റേത് വളരെ പെയിൻ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ് ശരിക്കും. ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, പനി കൂടിയിട്ട് അബോധാവസ്ഥയിൽ പോയിട്ടുള്ള ആളെ സംബന്ധിച്ചുള്ള ശ്വാസം എടുക്കുന്നതിനും ഒന്നിനും തടസ്സമില്ല എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു 10 സെക്കൻഡേ വേണ്ടു. എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ആളെയും നോക്കാം, അയാളെ സംബന്ധിച്ചിടത്തോളം ഇതേ തകരാറുണ്ടോ എന്ന് നോക്കാം. ഈ അപകടത്തിൽ വന്ന് നെഞ്ചുവേദനയുള്ള ആളെയും സംബന്ധിച്ച് ശ്വാസം എടുക്കുന്നതിൻ്റെ തടസ്സം ഉണ്ടോ രണ്ടും നോക്കും. അങ്ങനെ ഓരോന്നിനും നമുക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഏത് ഘട്ടത്തിലാണോ നമുക്ക് എന്താ പറയുക കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നത് ആ ആൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. ഇപ്പോൾ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളാണ് നേരത്തെ വന്നത്, ഞങ്ങൾ ആദ്യം നോക്കണം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നം. അതെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടുതൽ ഗുരുതര നമ്മളിപ്പം ഒരാളെ ഇപ്പോൾ നോക്കിയിട്ട് അയാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ രാവിലെ വന്ന് ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റേ ആളെ നോക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കുക. അതിനാണ് നമ്മൾ എമർജൻസി വിഭാഗത്തിന് നമ്മൾ 3-4 ഘട്ടങ്ങളായിട്ട് തിരിക്കുക. ഇപ്പോൾ പല രീതിയിൽ പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3 എന്നൊക്കെ പറയുന്നതുണ്ട്. അത് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ നമ്മളെ എൻട്രൻസിൽ തന്നെ നമുക്ക് ട്രയാജ് സിസ്റ്റം ഉണ്ട്. അവരവിടെ വെച്ച് ഈ പേഷ്യൻ്റ് വരുമ്പോൾ അവരോട് വിവരങ്ങൾ ആരാഞ്ഞ് ഈ രോഗിയെ ഏത് പ്രയോറിറ്റിയിൽ കിടത്തണം എന്ന് തീരുമാനിക്കും. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ റെഡ്, യെല്ലോ, ഗ്രീൻ എന്നാണ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ റെഡിലാണ് ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗികൾ ചെല്ലുക. അത്രയധികം ഇല്ലെങ്കിൽ യെല്ലോയിലേക്ക്. നമുക്ക് നടന്നു വരാവുന്ന ഒരു രോഗി പനിയൊക്കെ ആയിട്ട് വരുന്നത് ഗ്രീനിൽ പോകും. ചില ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ പറയാറുണ്ട് അത് ഒരു ഓവർ എക്സൈറ്റഡ് ആയിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുന്ന സമയത്ത് ഇവരാകെ അപ്സെറ്റ് ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാർ പറഞ്ഞ സ്ട്രോക്കോ അല്ലെങ്കിൽ ഇതെങ്ങനെ വന്ന് ആൾ ചിലപ്പം പറയാറുണ്ട് ഏജ് വെച്ചിട്ട് ഇതിനുള്ള റിക്കവറി സ്റ്റേജ് ഫസ്റ്റ് ഡേ തന്നെ അവരോട് ചില സമയത്ത് ഈസ് ഇറ്റ് ജെന്യൂൻ ഓർ നോട്ട് വി ഡോണ്ട് നോ. ഇതിൽ ഇവർ എപ്പോഴും ചോദിക്കുന്നുണ്ട് എത്ര ശതമാനം ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ പലരോടും പറയും ഇതൊരു ഫ്രിഡ്ജ് നന്നാക്കുന്ന പോലെ ഒരു റേഡിയോ നന്നാക്കുന്ന പോലെ അല്ല. നമുക്ക് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കൃത്യമായിട്ട് എന്താണ് അയാളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി പരിഹരിക്കാനുള്ള ശ്രമം 100% ആത്മാർത്ഥതയോടെ ചെയ്യാന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഒരു മരണം ഇല്ലാതാക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് അത് അതിമാനുഷിക ശക്തികളൊന്നും അതെ. പക്ഷേ ചെയ്ത ജോലി വളരെ കൃത്യമായിട്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൃത്യമായ ചികിത്സ സമയബന്ധിതമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരു 100% കൊടുക്കണം രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കൈകളിലായിരിക്കില്ല. അത് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം. പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് രോഗിയുടെ ബന്ധുക്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ചിലപ്പോൾ ഡോക്ടർ നമ്മൾ ചില സമയങ്ങളിൽ ഈവൻ OPD വന്ന പേഷ്യൻ്റ് പോലും ചിലപ്പോൾ ഈ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഒക്കെ വരുന്ന സമയത്ത് ചില നെഗ്ലിജൻസോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കുമല്ലോ മറ്റൊരു അപകടത്തിലേക്ക് പോകുന്നത്. മനഃപൂർവ്വം ആരും ഇത് ചെയ്യില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ തിരിച്ചറിയാൻ വൈകിപ്പോവും. ഇപ്പം ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന ആൾ നമ്മളോട് പലപ്പോഴും പറയണ്ടേ ഇത് ഗ്യാസിന്റെ ആണെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മളത് ഗ്യാസിന്റെ ആണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നാൽ ഇത് അപകടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഈ പറഞ്ഞ ഗ്യാസ് ഉണ്ടാവില്ല. അവിടെ ഹൃദയസ്തംഭനം ഹൃദയാഘാതം നമുക്ക് മിസ്സായിരുന്നുള്ളേ വരുള്ളൂ. അപ്പം അതിനാണ് നമുക്കൊരു ചികിത്സാ ക്രമം അല്ലെങ്കിൽ പരിശോധനാ ക്രമം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. സിസ്റ്റം ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ രോഗിയുടെ ബന്ധുക്കളോട് വിവരങ്ങൾ ആരായേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു അബോധാവസ്ഥയുള്ള രോഗിയെ കൊണ്ടുവന്നു റോഡരികിൽ നിന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൂർവ്വ ഹിസ്റ്ററി ഒന്നും നമുക്ക് എടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിനാണ് ഒരു സിസ്റ്റം. അതാണ് എമർജൻസി മെഡിസിൻ്റെ വ്യത്യാസം. നമ്മൾ രോഗിയുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ സമയത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച സമയം കളയാതെ അത് പരിഹരിച്ചതിന് ശേഷമാണ് നമ്മൾ രോഗിയുടെ ബന്ധുക്കളോട് പലപ്പോഴും കൂടുതൽ വിവരങ്ങൾ ആരായുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അവരെ സംബന്ധിച്ചുള്ള പറയാൻ ഒരുപാടുണ്ടാവും. തീർച്ചയായിട്ടും അത് പറയുന്ന സമയത്ത് മറ്റൊരു കാരണം ചില ഈ ആക്സിഡന്റ് കേസൊക്കെ വരുന്ന സമയത്ത് റിലേറ്റീവ്സ് ഒന്നും ആയിരിക്കില്ല, തികച്ചും സ്ട്രേഞ്ചറായ ആളുകളായിരിക്കും കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഈ രോഗി അതായത് വരുന്ന പേഷ്യൻറ്റിന് പ്രീ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ല. അത് ഈ ക്രമം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ശ്വാസനാളത്തിൽ തടസ്സമുണ്ടോ ഇല്ലേ അത് നോക്കാൻ മനസ്സിലാവണം. ശ്വാസകോശത്തിന് തകരാറുണ്ടോ, ബ്ലീഡിങ് എവിടെയെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, അതെങ്ങനെ നിർത്തും, ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ പ്രശ്നങ്ങൾ. പിന്നെയാണ് നമ്മൾ രോഗിയുടെ മറ്റ് അസുഖങ്ങൾ ഏതൊക്കെയാണ് അതാണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എമർജൻസി മെഡിസിൻ്റെ ഏറ്റവും ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വിവരങ്ങളും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റണം.
ഡോക്ടർ, ഇപ്പോൾ സാധാരണ നമ്മളിപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാണുന്ന കോമൺ കേസസ് ഏതൊക്കെയായിരിക്കും? നമുക്ക് എന്താ പറയുക, സാധാരണ ജലദോഷം, പനി മുതൽ ഏറ്റവും ഗുരുതരമായ റോഡ് അപകടത്തിൽപ്പെട്ട ഉടനെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എല്ലാ കേസുകളും വരും. അതിനകത്ത് ഇന്ന കേസൊന്നുമില്ല. ഇപ്പം OP ഇല്ലാത്ത സമയത്താണെങ്കിൽ സാധാരണ പനി, ജലദോഷം മുതൽ ഇത് വരും. പക്ഷേ അത് എമർജൻസിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പനി പോലെ എമർജൻസി തന്നെയാണ് അല്ലേ. നമുക്കല്ലേ അത് എമർജൻസി അല്ല എന്ന് പറയാൻ പറ്റുമോ. പക്ഷെ രോഗിയെ സംബന്ധിച്ചുള്ള, ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പനി പോലും അവരെ സംബന്ധിച്ചിടത്തോളം എമർജൻസി തന്നെയായിരിക്കും. ആ രീതിയിൽ തന്നെ നമ്മൾ കാണുകയും വേണം. അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ആ സമയത്ത് OPകളൊന്നും ലഭ്യമല്ലെങ്കിൽ അവരോട് നാളെ രാവിലെ വരാൻ. ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രയാജിങ് സിസ്റ്റം വെച്ചത്. ഈ യെല്ലോ, ഗ്രീൻ നിൽക്കട്ടെ, അങ്ങനെയുള്ള രോഗികളെ നമ്മൾ ഗ്രീനിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് OPയിലോ നോക്കിയിട്ട് നമ്മൾ അവർക്ക് അത്യാവശ്യം വേണ്ട ചികിത്സകൾ കൊടുത്തിട്ട് പിറ്റേന്ന് വന്ന് OPയിൽ വന്ന് കാണിക്കാൻ പറഞ്ഞ് ഉപദേശിച്ച് വിടും. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ ബസ് ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ അതായത് കാഷ്വാലിറ്റീസ് ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലിപ്പോൾ 2 രീതിയിലാണ് പ്രശ്നം. ഒന്നുകിൽ 1-2 രോഗികൾക്ക് അതീവ ഗുരുതരമായ പരിക്കുണ്ടാവുന്ന ഘട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് അപ്പോൾ അതിനൊരു മാസ് കാഷ്വാലിറ്റി എന്ന് പറയും. നമുക്ക് അതിനും പ്രോട്ടോക്കോൾ ഉണ്ട്. ഒരു മാസ് കാഷ്വാലിറ്റി വന്നാൽ അതിൽ നമുക്ക് ഏറ്റവും പരിക്കുള്ള ആൾക്കാരെ ഉടനെ അവിടുന്ന് മാറ്റിയിട്ട് പരിക്ക് കൂടുതലുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചികിത്സിക്കാവുന്ന, അത് നമ്മളതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു മാസ് കാഷ്വാലിറ്റി സിസ്റ്റം ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് ട്രാജഡിയിലൊക്കെ വ്യത്യാസം. അത് പ്രത്യേക പഠന മേഖല തന്നെയാണ് എമർജൻസി മെഡിസിനിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ആളുകളെ എങ്ങനെ ട്രൈ ചെയ്യാം, എങ്ങനെ വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കൂടെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ എയർപോർട്ടിലെ ദുരന്ത ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ. അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കുന്നത് ഈ പ്രയോറിറ്റൈസേഷനാണ്. ആർക്ക് ആദ്യം ചികിത്സ ലഭിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സിസ്റ്റം പാലിച്ച് പോവുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പിന്നെയുള്ളത് പോളിട്രോമയാണ്. നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഒരുമിച്ച് തലച്ചോറിനും ശ്വാസകോശത്തിനും എല്ലുകൾക്കും ഒക്കെ അവിടെയാണ് നമ്മൾ എമർജൻസി വിഭാഗത്തിൻ്റെ കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പരിക്കുകൾ പരിഹരിക്കാതെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡറി സർവേ എന്ന് പറയും, രണ്ടാമത് വീണ്ടും പരിശോധിച്ചിട്ട് ഓരോന്നോരോന്നായി എടുത്ത് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും നമുക്ക് ഈ ഒരു സിസ്റ്റം നിലവിലുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ നമ്മുടെ ആശുപത്രിയിലാണെങ്കിൽ ഒരു ട്രോമ കോഡ് സംവിധാനമാണ്. എമർജൻസി മെഡിസിനിൽ വരുന്ന രോഗിക്ക് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്നൊരു കോഡ് അനൗൺസ് ചെയ്യും, ട്രോമ കോഡ് എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള അനസ്തീഷ്യയിലെ ഡോക്ടർ, ICUയിലെ ഡോക്ടർ, ഓർത്തോപെഡീഷ്യൻ, സർജൻ ഇവരെല്ലാവരും ഒരുമിച്ച് ആ രോഗിയുടെ അത് ഒരു പ്രത്യേക സംവിധാനം തന്നെ. അത് ലോകത്ത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പരിചയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു രോഗിനെ കണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ടിട്ടാണ് പിന്നെ ബാക്കി ഘട്ടം ഘട്ടമായിട്ട്. ഇതങ്ങനെയല്ല, എല്ലാ ആളുകളൂടെ ഒരുമിച്ച് വന്ന് നിന്നിട്ട് ആ രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിനൊരു സംവിധാനം കൂടെ ആസ്ട്രോ മിംസിലുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം കാഷ്വാലിറ്റി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആക്സിഡൻറ്റ് കേസ് വരുന്ന സമയത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഇപ്പം ഫസ്റ്റ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? അവരെ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതാണ്. എമർജൻസി മെഡിസിനെ പറ്റി നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നോ സംതിങ് അബൌട്ട് എവറിത്തിങ് ആൻഡ് നോ എവറിത്തിങ് അബൌട്ട് സംതിങ്. അത് ഈ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങളെ പറ്റി പൂർണ്ണമായ അറിവുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ഏത് വിഭാഗത്തിലേക്കാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത് അവരുമായിട്ട് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ചിലർക്ക് ഓപ്പറേഷൻ ഉടനെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനസ്തീഷ്യയും പിന്നെ സർജൻസിനെയും ഒക്കെ ഇൻവോൾവ് ചെയ്യും. തലച്ചോറിനെ പരിക്കുന്ന ന്യൂറോ സർജനെ ഇൻവോൾവ് ചെയ്യണം. അങ്ങനെ പൂർണ്ണമായ ചികിത്സ ലഭിക്കുന്ന സ്ഥലമായിരിക്കില്ല എമർജൻസി മെഡിസിൻ. ആദ്യത്തെ ഘട്ടത്തിൽ പ്രാഥമിക ചികിത്സ കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതാത് വിഭാഗത്തിലേക്ക് രോഗിയെ മാറ്റലാണ് നമ്മുടെ രീതി. അതില്ലാതെ നടക്കില്ല. ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് വരുന്ന ആൾ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചെയ്യേണ്ട അത്യാവശ്യം കൊടുക്കേണ്ട മരുന്നുകൾ കൊടുത്ത് അവരെ കാത്ത് ലാബിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കാത്ത് ലാബിൽ എത്തിക്കഴിഞ്ഞാൽ കാർഡിയോളജിസ്റ്റിന്റെ ജോലി ആ രക്തധമനി അടഞ്ഞത് തുറന്ന് അവിടെ സ്റ്റെന്റ് വെക്കുക എന്നുള്ളതാണ്.
മുമ്പാണെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നിട്ടുള്ള ആളെ കാണുന്നത് ഒരു പരിചയമില്ലാത്തൊരു MBBS കാരനായിരുന്നു. തെറ്റ് പറയുന്നതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചികിത്സാ സംവിധാനത്തിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാവില്ല. അപ്പോൾ അവർ കാർഡിയോളജിസ്റ്റിനെ വിളിച്ചു. കാർഡിയോളജിസ്റ്റ് വന്നു പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചികിത്സാക്രമം നോക്കൂ. ഗോൾഡൻ അവേഴ്സ് ചില സമയത്ത് അത്രയും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് സ്ട്രോക്കിലാണ് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താൻ സമയബന്ധിതമായ ചികിത്സ തുടങ്ങേണ്ട കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ സ്ട്രോക്ക് ഒന്നാണ്, രണ്ടാമത്തത് ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡോർ ടു ബലൂൺ ടൈം എന്നൊക്കെ ഉണ്ട്. ഒരു ഫസ്റ്റ് മെഡിക്കൽ കോൺടാക്ട്, ഒരു ഹൃദയാഘാതമുള്ള ആളുടെ ഒരു മെഡിക്കൽ കോൺടാക്ട് കഴിഞ്ഞാൽ ഒരു 90 നിമിഷത്തിൻ്റെ ഉള്ളിൽ ആ സ്റ്റെൻഡ് വെച്ചിരിക്കണം. അതാണ് ഡോർ ടു ബലൂൺ. ആ വെസൽ ഓപ്പൺ ചെയ്തിരിക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മളെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ വേഗം ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചോണ്ട് ചിലപ്പോൾ സംശയമാണ്, ഇത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമല്ലേ. പക്ഷെ ആ സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ രോഗിയെ സംബന്ധിച്ചാൽ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. സ്ട്രോക്കിലെ ചികിത്സ ഈ ലക്ഷണങ്ങൾ കണ്ട് 4.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ത്രോംബോളൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ രോഗിയെ സംബന്ധിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരു ഭാഗത്തെ തളർച്ചയും ഇതും അനുഭവിച്ച് ഇതാക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അത് ഡോക്ടർ കാരണം സ്ട്രോക്കിന് ഹൃദയാഘാതമൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ പിന്നെ ഇപ്പോൾ യാത്രാ സമയങ്ങളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ കുഴഞ്ഞു വീഴാറുണ്ട് ആളുകൾ. അത് മരണത്തിലേക്ക് ചിലപ്പോൾ എത്താറുണ്ട്. കുഴഞ്ഞു വീണ ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഇപ്പോഴും ഈ പലർക്കും കൂടുതൽ ഒരു ടെൻഡൻസി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാത്തവരും അറിയുന്നവരൊക്കെ വരാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കുഴഞ്ഞു വീണത് അത് ഹൃദയാഘാതമാണോ, അതല്ല ഇപ്പോൾ BP ലെസ്സോ അല്ല ഹൈയോ ആണോ, അല്ല ഷുഗർ കംപ്ലൈൻ്റ് ആണോ എന്നാണെന്ന് അറിയണമെന്ന് ഒരു ഡോക്ടർ ആയിരിക്കില്ല. ഒന്ന് പ്രേക്ഷകരോടൊന്ന് ആ ഒരു സംശയം ദൂരീകരിക്കുന്ന രീതി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർ? 2 പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മളിത്. ഒന്ന്, ഒരാൾ ഹൃദയസ്തംഭനം ഉണ്ടായി കുഴഞ്ഞു വീണാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് ഏത് കാരണം കൊണ്ട് കുഴഞ്ഞു വീണാലും ഉടനെ CPR തുടങ്ങുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. കൂടുതൽ പ്രശ്നം അതെ, ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയ ആൾക്കാരും ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് CPRന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് പല കാരണം, ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഷുഗർ ഉണ്ടായാലും, ഒരു സ്ട്രോക്ക് ഉണ്ടായാലും കുഴഞ്ഞു വീണാം, അല്ലെങ്കിൽ തളർച്ച കൊണ്ട് ഇപ്പോൾ ഒരുപാട് സമയം ജോലി ചെയ്ത് വെയിലത്ത് ജോലി ചെയ്ത് ആൾക്ക് തളർച്ച ഉണ്ടായിട്ട് അയാൾ കുഴഞ്ഞു വീഴാം, അപസ്മാരം ഉണ്ടായിട്ട് കുഴഞ്ഞു വീഴാം. ഇതിൽ എവിടെയാണ് CPR ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രശ്നം. CPR ചെയ്യേണ്ടത് എപ്പോഴും ആളുടെ ജീവൻ അപകടപ്പെടുന്നു എന്ന് ഉറപ്പുള്ള ഘട്ടത്തിലാണ്. അതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നോക്കാവുന്നത് ശ്വാസം നിലച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും വേഗത്തിൽ കാണാവുന്നത് ആളുടെ ശ്വാസകോശം വികസിക്കുന്നത് മനസ്സിലാക്കാം, സാധാരണക്കാരന് മനസ്സിലാക്കാന്ന്. ഇപ്പോൾ പൾസ് നോക്കിയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല, അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് പൾസ് ഉണ്ടാവാതിരിക്കണം എന്നില്ല. ചില ഘട്ടത്തിൽ നമുക്ക് പൾസ് നോക്കി നമ്മളുടെ അറിവിലായം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ വെപ്രാളം കൊണ്ടോ ചിലപ്പോൾ പൾസ് കിട്ടണമെന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ആൾ ശ്വാസം നിലച്ചിട്ടുണ്ടോ, ഒരു 10 സെക്കൻഡെങ്കിലും ആ ആളുടെ ശ്വാസത്തിൻ്റെ കാര്യം നോക്കുക. ശ്വാസം നിലച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ CPR തുടങ്ങണം. അത് CPR തുടങ്ങുന്നത് വെറുതെ എവിടെയെങ്കിലും വെച്ച് ചെയ്താലൊന്നും പോരാ, അത് കൂടുതൽ അപകടം ഉണ്ടാക്കുകയുള്ളൂ. സയൻറ്റിഫിക് ആയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനമുണ്ട്, എത്ര സ്പീഡിൽ ചെയ്യണമെന്നുണ്ട്, എത്ര ആഴത്തിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തിൽ 100-ൻ്റെയും 120-ൻ്റെ ഇടയിൽ മാത്രമേ ചെയ്യാവൂ. 100-ൽ കുറയാൻ പാടില്ല, 120 കൂടാൻ പാടില്ല. ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും ആഴത്തിൽ ഇത് ചെസ്റ്റ് കംപ്രഷൻ പോകണം. അങ്ങനെ കുറെ കൃത്യമായ പരിശീലനം നേടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടർ, ഞാൻ നേരത്തെ പറയാനുള്ളൊരു കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ഈ സംഭവം, അതായത് ഒരാളെ സേവ് ചെയ്താൽ അതൊരു വൈറലാകുന്നൊരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഫസ്റ്റ് CPR നൽകിയത് ഈ വ്യക്തിയാണ്, അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ ഒഴി. ചിലപ്പോൾ അത് സയൻറ്റിഫിക്കായി കൊടുത്താകാം. പക്ഷേ ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞത് ചിലപ്പോൾ അതൊരു അപകടകരമായ അവസ്ഥയിലേക്കും എത്താൻ പ്രോപ്പറായിട്ട് അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ സെൽഫി എടുത്ത് ഫേമസ് ആവട്ടെ എന്നുള്ളതാണ്. പക്ഷേ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയം നിലച്ചാൽ മാത്രമേ CPR കൊണ്ട് ഗുണമുള്ളൂ. ഗുണമില്ലാത്ത ഏത് സാധനം ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനാണ് നമ്മൾ ഈ മാസ് ട്രെയിനിങ്ങുകൾ ഒരുപാട് നടത്തുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയും മാസവും നമ്മൾ ഈ പൊതുജനങ്ങൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾ, പോലീസുകാർക്ക്, ഓട്ടോറിക്ഷ ഡ്രൈവർ, ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർ. എപ്പോൾ വിളിച്ചാലും എവിടെ നോക്കിയാലും ഉണ്ടാകുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഇനി സാധാരണ തൊഴിലാളികളാണ്. എല്ലാവരെയും സംബന്ധിച്ചോളം മിനിമം ഒരു ഹാൻഡ്സ് ഓൺലി CPR എന്ന് പറയും. ഈ ശ്വാസം കൊടുക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല. കൃത്യമായിട്ട് ചെസ്റ്റ് കംപ്രഷൻ മാത്രം ചെയ്യാവുന്ന വിധത്തിൽ, ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റും. കാരണം ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം പിന്നെ ജീവൻ രക്ഷിച്ചെടുക്കുമ്പോഴേക്കും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനം ഒരുപാട് തകരാറ് വന്നിരിക്കും.
അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ CPR എന്ന് പറഞ്ഞാൽ ആൾ കുഴഞ്ഞു വീഴുന്ന ഹൃദയസ്തംഭനം ഉണ്ടായ നിമിഷം മുതൽ നിർത്താതെ ആശുപത്രിയിൽ എത്തുന്നവരെ ചെയ്യേണ്ട പ്രക്രിയയാണ്. അല്ലെങ്കിൽ അയാൾ ഇടയ്ക്ക് ബോധം വരണം. അപ്പോൾ ഈ പ്രക്രിയ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ 2 പേരെങ്കിലും മിനിമം വേണം. ഒരാൾക്ക് 2 മിനിറ്റ് കൂടുതൽ അതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. അവർക്ക് കോൺഷ്യസ് വരുന്ന ആ സ്റ്റേജ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. ഇൻ ബിറ്റ്വീൻ കോൺഷ്യസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3-4 മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആ തലച്ചോറിന്റെ പ്രവർത്തനം അതോടെ തീർന്നു. പിന്നെ ആള് ജീവൻ നിലനിർത്തിയാൽ പോലും ഒരു കോമ സ്റ്റേജിലോ അല്ലെങ്കിൽ പൂർണ്ണമായ ബോധാവസ്ഥയിൽ വരാത്ത കൂടുതൽ ബാധ്യത കുടുംബത്തിനുണ്ടാവുന്ന വിധത്തിൽ ചികിത്സാ ചെലവും ഇതൊക്കെ കൂടുന്ന വിധത്തിലാവും. അപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടക്കം മുതൽ ഒടുക്കം വരെ ആശുപത്രിയിൽ എത്തി കൃത്യമായ ഒരു അഡ്വാൻസ് സംവിധാനത്തിൽ എത്തുന്നത് വരെ നമ്മൾ CPR തുറന്നുകൊണ്ടേയിരിക്കും. ഡോക്ടർ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഹൃദയാഘാതമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് പലപ്പോഴും പല കൺഫ്യൂഷൻ. ചിലപ്പോൾ കാറിലായിരിക്കും ചിലവർ കൊണ്ടുവരുന്നത്. അവരെങ്ങനെ പിന്നെ അങ്ങനെ ഒരു പ്രോപ്പർ പൊസിഷൻ ഉണ്ടോ? ഇപ്പോൾ അവരെങ്ങനെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹൃദയാഘാതം നമ്മൾ പറയുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തധമനിക്ക് തടസ്സം വന്ന് ആ ഭാഗത്തേക്ക് രക്തോട്ടം നഷ്ടപ്പെട്ട് ആ ഭാഗം തകരാറിലായി ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ചില ഘട്ടത്തിൽ ഈ ഹൃദയാഘാതം തന്നെ ഹൃദയസ്തംഭനം ഉണ്ടാക്കാം. ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പുറത്ത് പൂർണ്ണമായി നിലച്ചു പോകുന്ന അവസ്ഥ. അപ്പോഴാണ് നമുക്ക് CPR ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹൃദയാഘാതത്തെ സംബന്ധിച്ചിടത്തോളം CPRയുടെ ഒരു ആവശ്യമില്ല. ആൾക്ക് ജീവനുണ്ടാവും. ജീവനുള്ള ആളുടെ മുകളിൽ CPR ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കലാണ്. അത് കാരണം ചികിത്സ അടിയന്തരമായി കിട്ടേണ്ടത്. ഈ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മൾ ഈ ഒരു വിശ്വാസമാണ്. അത് ഗ്യാസിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് നമ്മൾ ഈ ആർക്കും എനിക്കൊരു അസുഖം വന്നു എന്ന് പറയാൻ ഒരു മടിയുണ്ടാവും എപ്പോഴും. നമ്മളൊരു എന്താ പറയുക ഡിനൈ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ഹൃദയാഘാതം അല്ല, ഇത് ഗ്യാസിൻ്റെ ആയിരിക്കും എന്നുള്ള അങ്ങനെ ഒരു അസ്വസ്ഥത വല്ലാതെ തോന്നിയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ECG എടുത്തു നോക്കാനെങ്കിലും ഉള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവർ പറയുന്നതിനനുസരിച്ചുള്ള നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇതിൽ സമയം വളരെ ടൈം ഈസ് ഹാർട്ട് എന്ന് പറയും, ടൈം ഈസ് ബ്രെയിൻ എന്ന് പറയും. ഇപ്പോൾ ഹൃദയാഘാതത്തിനെ സംബന്ധിച്ചുള്ള നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും, ഈ രക്തധമനി തുറക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഹൃദയത്തിൻ്റെ കോശങ്ങളിൽ നശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുറന്നിട്ടും കാര്യമില്ലാത്ത സ്ഥിതി വരും. ആ ഭാഗം മുഴുവൻ നശിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യാതിരിക്കും. ഡോക്ടർ, ഇതിന് ചില ലക്ഷണങ്ങളുണ്ടാവില്ല. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ പൊതുജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ ഹൃദയാഘാതം അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രാഥമികമായിട്ട് കാണുന്ന ചില ലക്ഷണങ്ങൾ എന്നത് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഈ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള നെഞ്ചുവേദന തന്നെയാണ്. ഒരു ഹൃദയത്തിന്റെ ഈ നെഞ്ചിന് മുകൾ ഭാഗത്ത് ഉള്ളിലായിട്ടുള്ള നെഞ്ചുവേദന എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ പലർക്കും പല സംശയങ്ങളുണ്ട്. കാരണം പലരും ഫോർ എക്സാമ്പിൾ അത് നേരത്തെ ഡോക്ടർ പറയുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പം മസിൽ പെയിൻ ആണെങ്കിൽ അത് മസിൽ പെയിൻ ആണെന്ന് സ്ഥിരീകരിക്കണം. ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഗ്യാസിൻ്റെതാണെങ്കിൽ അത് ഗ്യാസ് ആണ് സ്ഥിരീകരിക്കണം. ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ ഏറ്റവും വേണ്ടത് അടിയന്തരമായി ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇത് ഗ്യാസിന്റെ ആണോ അല്ലെങ്കിൽ രോഗനിർണയം നടത്തുകയാണ് ഏറ്റവും പ്രധാനം. സ്വയം തീരുമാനം എടുക്കാതിരിക്കുക, ഇതാണ് എന്ന് കണ്ടെത്തുക. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം സാധാരണ മസിൽ പെയിൻ ആണെങ്കിൽ നമ്മൾ ചലിക്കുന്ന നിമിഷങ്ങൾ ചലിക്കുന്ന സമയത്ത് അനങ്ങാതിരുന്ന പെയിൻ കുറയും. ഹൃദയാഘാതത്തെ സംബന്ധിച്ചിടത്തോളം പെയിന് വ്യത്യസ്തമാണ്. അത് ഒരു ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു അസ്വസ്ഥതയാണ്. അത് നമ്മളിപ്പം ഒരു സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ ഒന്ന് കുറയും. അതിന് ചലനവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ആ വേദന ചിലപ്പോൾ നമുക്ക് കഴുത്തുകളിലേക്ക് കൈകളിലേക്കൊക്കെ വ്യാപിക്കുന്ന പോലെ തോന്നും, ബാക്കിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ തരം ഹൃദയാഘാതത്തിനും ഓരോ തരം ലക്ഷണങ്ങളുണ്ട്. പ്രാഥമികമായിട്ട് പിന്നെ പറയാനുണ്ടോ? അപ്പോൾ ഇപ്പം നമുക്ക് ഈ മിഡിൽ, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ മിഡിൽ ഒരു പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത. പിന്നെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് പല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിൽ പലരും ഇത് കണ്ടിട്ട് ഇത് വായിച്ചിട്ട് ചിലപ്പോൾ ചെറിയ പെയിൻ വന്നു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടുള്ളൊരു സാധനം നെഞ്ചുവേദന, ഇടത്തെ കയ്യിൽ വേദന ഉണ്ടെങ്കിൽ അത് ഇടത്തെ കയ്യിൽ വേദന ഉണ്ടെങ്കിലും ഇത് ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിലും വരാം, 2 കയ്യിലും വരാം, കഴുത്തിലേക്ക് വരാം, പുറകിലേക്ക് വരാം. ഈ വേദന റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയാം. പല സ്ഥലത്തേക്കും അത് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിപ്പോൾ കൃത്യമായ ഈ വേദന ഇല്ല, നിർവചനമില്ല. അത് പക്ഷെ മെഡിക്കലി നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ബാക്കിലേക്ക് പോകുന്ന പെയിൻ ഏത് രക്തധമനിയെ ആയിരിക്കും ബാധിക്കുക എന്നുള്ളതൊക്കെ. ഒരു സാധാരണ ജനങ്ങൾക്ക് അത് ഒരു ലക്ഷണം മിനിമം ലെവലിലൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഇത് അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു ക്രഷിങ് പെയിൻ, അത് നമുക്കൊരു ഭാരം എടുത്ത് വെച്ച പോലെ. ആ സമയത്ത് ചില ആൾക്കാർക്ക് വേർക്കാൻ സാധ്യതയുണ്ട്. ഈ കണ്ണുകളിൽ ഇരുട്ട് കയറുക, ശ്വാസതടസ്സം തോന്നുക,
നമുക്ക് സാധാരണ ഗതിയിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക വേദനയ്ക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവുന്ന ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണ്. അത് മനസ്സിലാവും അവർക്ക്. പക്ഷെ പലപ്പോഴും അത് മനസ്സിലാക്കിയാൽ പോലും അവർ പറയാൻ മടി, ചില സമയത്ത് അതുകൊണ്ട് വരുന്ന അപകടമാണ്. അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നിയാൽ അടിയന്തരമായിട്ട് ഒരു മെഡിക്കൽ കോൺടാക്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ECG ഇപ്പോൾ ECG എടുത്താൽ തന്നെ ECG നോർമലാണെങ്കിൽ തന്നെ ഹൃദയാഘാതം അല്ല എന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ ചിലപ്പോൾ ECG വ്യത്യാസമില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കേസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതെങ്ങനെയായിരുന്നു? അല്ല, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നമുക്കൊരു ചെസ്റ്റ് പെയിൻ പ്രോട്ടോകോൾ ഉണ്ട്. ചെസ്റ്റ് പെയിൻ വന്ന രോഗിയെ എങ്ങനെ സമീപിക്കണം നമുക്ക് കൃത്യമായ രേഖാമൂലമുള്ള സാധനമാണ്. അപ്പോൾ അതിന് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ECG എടുക്കും. പിന്നെ അവരുടെ വിവരങ്ങൾ ആരായും, ഏത് തരത്തിലുള്ള വേദനയാണ്, മുൻപ് ഇങ്ങനത്തെ വേദന ഉണ്ടായിട്ടുണ്ടോ, അതിൽ കൂടെ വല്ല അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ വൈറ്റൽസ് നോക്കും, പ്രഷർ, ഹാർട്ട് റേറ്റ് ഇതൊക്കെ നോക്കും. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ഹൃദയത്തിൻ്റെ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ECG പറയും. ഓരോ സമയത്തിൽ നമ്മൾ വീണ്ടും ECG എടുത്ത് നോക്കും. എന്നിട്ട് ആദ്യത്തെ ECG ആയിട്ട് കമ്പയർ ചെയ്യും, രണ്ട് വ്യതിയാനം ഉണ്ടോ എന്ന് മനസ്സിലാക്കും. ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അത് ട്രോപ്പോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഹൃദയാഘാതം മൂലമുള്ള വേദനയാണെന്ന് പറയും. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. വേദന തുടങ്ങിയിട്ടൊരു ചിലപ്പോൾ ചില സംവിധാനത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂറിന് ശേഷമായിരിക്കും, ചിലർ 6 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് സീരിയൽ ECGസും ഈ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഹൃദയാഘാതമാണോ അല്ലേ എന്നുള്ളത് നിർണ്ണയിക്കുക. നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ എക്കോ TFTയിലൊക്കെ പോകുന്നുണ്ടല്ലോ, അത് കുറച്ചും കൂടി അക്യുറസി കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. അല്ല, ഇത് ഓരോന്നും ഓരോ ടെസ്റ്റുകളാണ്. എക്കോ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ട് അത് എത്രത്തോളം രക്തം പമ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തടസ്സം ഉണ്ടോന്നാണ്. TMT എന്ന് പറയുന്നത് നമ്മളൊരു എക്സസൈസ് ടോളറൻസ്, നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിന് ഇപ്പോൾ നമ്മൾ അനങ്ങാതിരുന്നാൽ ചിലപ്പം നമ്മുടെ ഹൃദയം ഇപ്പോൾ രക്തധമനി ചുരുങ്ങിയ അവസ്ഥയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അനങ്ങാതിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളിൽ കൂടെ പോകുന്ന രക്തത്തിൻ്റെ ആവശ്യകത ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ജോലി ചെയ്യുമ്പം ആ കൂടുതൽ രക്തം ആവശ്യം വരുന്ന സമയത്താണ് ഈ വേദന ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ആ സമയത്ത് ECGയിൽ വ്യത്യാസം വരും. ഇതൊക്കെ അറിയാനാണ് എക്സസൈസ് ടോളറൻസ് അറിയാൻ അതിൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്ന TMT. ഓരോ ടെസ്റ്റുകൾക്കും ഓരോ കാരണങ്ങളുണ്ട്. ECG നമ്മൾ ജനറലി എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതുവായ ടെസ്റ്റ് നമ്മൾ സാധാരണ റുട്ടീനായിട്ട് ചെയ്യുന്നത്. ട്രോപ്പോണിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വേദന ഹൃദയാഘാതം മൂലമാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ട്. എക്കോ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, നേരത്തെ നമ്മൾ സ്ട്രോക്കിനെ കുറിച്ച് പറയാമല്ലോ. ഇപ്പം സ്ട്രോക്ക്, അതായത് ഇപ്പോൾ കൂടുതൽ പ്രായഭേദമന്യേ രോഗാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ പ്രാഥമികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കത് കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പല ലക്ഷണങ്ങളാവാം. ചില ആളുകളെ സംബന്ധിച്ചുള്ള വെറുതെ ഒരു തലകറക്കം മാത്രമാവാം. ചില ആളുകളെ സംബന്ധിച്ചുള്ള ഒരു സൈഡ് തളർന്നു പോവാം, മുഖത്തിന് കോട്ടം വരും. അതിന് നമ്മൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആശുപത്രിക്ക് പുറത്ത് ഇപ്പോൾ ഫാസ്റ്റ് എന്ന് മാത്രം മതി. ഇപ്പോൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഫേഷ്യൽ ഡീവിയേഷൻ, മുഖത്തിന് കോട്ടം സംഭവിക്കാം. പിന്നെ ആംറിസ്റ്റ്, നമ്മൾ ഒരു ഭാഗം തളർന്നു പോകുന്ന വിധത്തിൽ, സ്പീച്ചിൽ വ്യത്യാസം, നമ്മൾ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന വിധത്തിൽ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ആണെന്ന് സംശയിക്കാം. അത് നിർണ്ണയിക്കാൻ ഏറ്റവും നമ്മൾ സാധാരണ ഗതിയിൽ വരുന്ന ഒരു കാലതാമസം എന്താണെന്ന് വെച്ചാൽ, ഇത് ആ ആൾക്ക് നേരത്തെ BP ഉണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞു പോകുന്നത്. ഇതെല്ലാം ഇതിനോടായിട്ട് BP കൂടി പോയിട്ടാണ്, അല്ലെങ്കിൽ BP കുറഞ്ഞു പോയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കിയിരുന്നിട്ടാണ് നമ്മൾ സമയം നഷ്ടപ്പെടുക പലപ്പോഴും. അപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ സ്ട്രോക്ക് 2 രീതിയിലാണ് ഉണ്ടാവും. ഒന്ന് രക്തസ്രാവം, ഒന്ന് രക്തം കട്ട പിടിച്ചിട്ടുമാണ്. ഇത് രണ്ടും വേർതിരിച്ചറിയാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, CT അല്ലെങ്കിൽ MRI എടുക്കുക. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമാണ് രക്തധമനി തടസ്സപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഇന്ന് 2 രീതിയിലെ ചികിത്സകൾ ലഭ്യമാണ്. ഒന്ന് മരുന്ന് കൊടുത്ത് ആ രക്തധമനി കട്ട അലിയിക്കാനുള്ള, രണ്ടാമത് നേരിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ കാനുലേഷൻ ചെയ്തിട്ട് തലച്ചോറിൽ എത്തിച്ചിട്ട് അതിൽ ആ രക്തക്കട്ട എടുത്ത് തരും, മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ സമയബന്ധിതമാണ്. ഈ ത്രോംബോളൈസിസ് എന്ന പ്രക്രിയ ഏറ്റവും വേഗം ചെയ്യുന്നത് അത്രയും നല്ലത്. അത് 4.5 മണിക്കൂറിന് ശേഷമാണെങ്കിൽ പിന്നെ അത് കൊടുക്കാതിരിക്കുന്നതാണ് ഭേദം, കാരണം കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ ഉണ്ടാവുക. അതേപോലെ 6 മണിക്കൂറിനുള്ളിൽ മെക്കാനിക്കൽ ത്രോംബക്ടമി ചെയ്യുന്നതാണ് രോഗിക്ക് സംബന്ധിച്ചിടത്തോളം. 24 മണിക്കൂർ വരെ നമുക്കൊരു സമയം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂർ വരെ കാത്തിരിക്കണമെന്നില്ല. എത്രയും വേഗം ചെയ്യുന്നു അത്രയും തലച്ചോറിലെ കോശങ്ങളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ സമയബന്ധിതമായ അസുഖങ്ങൾ. ഇതിലൊരു ഏജ് ഒരു ഫാക്ടറായിട്ട് വരും. ഏജിനേക്കാളും നമ്മൾ പറയുന്ന ഫാക്ടർ നമ്മൾ രോഗിയുടെ അതുമില്ല, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും. ഇപ്പം 90 വയസ്സുള്ള രാവിലെ വരെ സ്വന്തം കാര്യങ്ങൾ ചെയ്തുള്ള ഒരാളെ സംബന്ധിച്ചുള്ള സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ ഗുണമുണ്ട്. അതേസമയത്ത് ഒരു 60 വയസ്സുള്ള ഒരുപാട് അസുഖങ്ങളിൽ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ ചികിത്സിച്ചിട്ടും നമുക്ക് രോഗിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രായത്തിനേക്കാളും അതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രായം കൂടുന്തോറും ഈ സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ കോംപ്ലിക്കേഷൻ്റെ സാധ്യത കൂടുതൽ ചെയ്യും. അത്രയേ ഉള്ളൂ.
ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ആ സെല്ല് ഡെഡായി കഴിഞ്ഞാൽ അത് വീണ്ടും റിജ്യൂമിനേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ മെഡിസിൻ കണ്ടിന്യൂസ് കൊടുക്കാറുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ICUലൊക്കെ ഇരുന്ന പേഷ്യൻ്റ് പിന്നെ ഒരു 1 month വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ട് അവരിങ്ങനെ ബെറ്റർ ആയ ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ അവർ വീണ്ടും അത് ഈ പറയുന്ന പോലെ സെല്ല് റിജ്യൂമിനേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഈ തലച്ചോറിലെ കോശങ്ങളും ഹൃദയത്തിലെ കോശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ മരിച്ചാൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത ലിവറിനെ പോലെയല്ല. ലിവറൊക്കെ നമുക്ക് ഒരു കഷ്ണം എടുത്ത് വേറെ ആൾക്ക് കൊടുത്താലും ബാക്കി റിജനറേറ്റ് ചെയ്തെടുക്കും. തലച്ചോറിൽ അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. ഇപ്പോൾ തലച്ചോറിലെ കോശങ്ങളെ നമുക്ക് തിരിച്ച് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റിയെങ്കിൽ ആരും അബോധാവസ്ഥയിൽ പോകാൻ മരണം ഉണ്ടാവുകയോ ചെയ്യില്ല ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാ കോശങ്ങൾ പോർഷൻ ഇപ്പം ഡോക്ടർ നമ്മൾ പറയാം, ഇപ്പം ഈ പറയുന്ന പോലെ ബ്രെയിനിൽ ബ്ലീഡിങ് ആയ സമയത്ത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഇന്ന പോർഷനിലാണിത്, ചില ഭാഗങ്ങൾ കുറച്ചും കൂടി സെക്യൂർ ആണ്, സേഫ് ആണെന്നൊക്കെ പറയാം. അതെ, ഉദാഹരണത്തിന് ഇടത് ഭാഗത്താണ് നമ്മുടെ സ്ട്രോക്ക് ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ സംസാര ശേഷിയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ വലത് കൈ, നമ്മൾ സാധാരണ വലത് കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് ആ ഭാഗം തളർന്നു പോകാൻ സാധ്യതയുണ്ട്. വലത് ഭാഗത്താണ് ഉണ്ടാകുന്നത് ഒരു ഏരിയാസ് തലച്ചോറിന്. അത് ഇപ്പോൾ സംസാരശേഷി, ചിലപ്പം കാഴ്ച, പുറകു ഭാഗത്താണ് കാഴ്ച, ബാലൻസിങ്, ഇതൊക്കെ ഓരോ ചിലർക്ക് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, ബാലൻസിങ് മാത്രം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലും ഉണ്ടാകുന്ന സ്ട്രോക്ക് ഓരോ തരത്തിലാണ് ഒരാളെ ബാധിക്കുക. എല്ലാ സ്ട്രോക്കുകളും ഒരേപോലെ ആവണമെന്നില്ല, എല്ലാ സ്ട്രോക്കുകളും ഒരു ഭാഗം തളർന്നു പോകണമെന്നില്ല. ഡോക്ടർ, നമ്മൾ സാധാരണ ബേൺസ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സാധാരണ വരുന്ന കേസസ് ആണല്ലോ. ഇപ്പം പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് ഇത്ര ശതമാനം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് മിനിമം ഇത്ര ശതമാനം അല്ലെങ്കിൽ ഈ മോർ ദാൻ 60 ഒക്കെ വന്നു കഴിഞ്ഞാൽ സീരിയസ് ആയി സിറ്റുവേഷൻ അറൈസ് ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറച്ച് കൂടുതൽ പൊള്ളിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മളിപ്പം ഓരോ കാലത്ത് ഓരോ ഫാഷൻ, ഇപ്പോഴത്തെ ഫാഷൻ പേസ്റ്റ് ആണെന്ന് തോന്നുന്നു, എടുത്ത് വാരിപ്പൂശി തേച്ച് കൊടുക്കാന്നുള്ള. നമുക്ക് ഇതിൽ ഏറ്റവും തക്കാളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്നത് ടാപ്പ് വാട്ടറാണ്. സാധാരണ വെള്ളമാണ്, തണുപ്പിക്കാത്ത വെള്ളം. അപ്പം അത് ധാരധാരയായിട്ട് തുടർച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബേൺസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ പുറം ഭാഗത്താണല്ലോ പൊള്ളലേൽക്കുക. ആ പൊള്ളൽ ഉള്ളിലേക്ക്, ഈ ചൂട് ഉള്ളിലേക്ക് വ്യാപിക്കുന്നതോടെ രക്തധമനികളെയും മറ്റു കോശങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കും. ഈ ചൂട് തണുപ്പിക്കുക എന്നുള്ളതാണ്, ഉള്ളിലേക്ക് ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലത് ഒരു 10 മിനിറ്റെങ്കിലും തുടർച്ചയായിട്ട്, എന്ന് വെച്ചാൽ 10 മിനിറ്റ് അവിടെ കിടത്തി ചെയ്യണമെന്നല്ല, അത് ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ എന്താ പറയുക ചൂട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരു മുറിയിൽ അകപ്പെട്ട് പോയിട്ട് അതിന് തീ പിടിച്ച് നമ്മുടെ ശ്വാസനാളത്തിലേക്കും കൂടെ ഇൻഹലേഷൻ ബേൺസ് പറയും. അപ്പോൾ ഈ മീശയൊക്കെ കരിഞ്ഞ്, മൂക്കിലെ രോമങ്ങളൊക്കെ കരിഞ്ഞ്, മുഖത്തെ രോമങ്ങളൊക്കെ കരിഞ്ഞിട്ട് അങ്ങനെയുള്ള ആളെ നമ്മൾ അടിയന്തരമായിട്ട് ആശുപത്രിയിൽ എത്തിക്കണം. അവർ ശ്വാസനാളത്തിൽ നീര് വെച്ചിട്ട് തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഉടനെ വെന്റിലേറ്റർ, അവരെ ഈ 10 മിനിറ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പം കൈകാലുകളിലൊക്കെ പൊള്ളലേറ്റാൽ ഏറ്റവും നല്ലത്, ഞാൻ പലപ്പോഴും പറയാം, ഒരു ഷവർ ഉണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ ടാപ്പ് തുറന്നിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച് ആ പൊള്ളലിൻ്റെ വ്യാപ്തി കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സാധനം. ഇമ്മീഡിയറ്റ് ചെയ്യാം. അത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനമാണല്ലോ. ഒരു ബക്കറ്റ് വെള്ളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്, ഒരു മഗ്ഗെടുത്ത് അതിനകത്തോടെ ഒഴിച്ചു കൊടുക്കുന്നതിനും പ്രയാസമുള്ളത്. ആ വെള്ളം നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ബേൺസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളത്. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഈ പോളിസ്റ്റർ ഷർട്ടൊക്കെ ആണെങ്കിൽ മേത്ത് ഒട്ടിപ്പിടിച്ചൊക്കെ കിട്ടും, അത് പറിച്ച് കളയാതെ നോക്കണം. പലപ്പോഴും എപ്രാളത്തിൽ നമ്മളത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏറ്റവും നല്ലത് ഒരു കമ്പിളിയോ മറ്റോ ഇട്ട് പുതച്ച് മൂടിയിട്ട് തീ അണയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സാധനം. അതിനുവേണ്ടി ഡ്രസ്സ് ഊരി മാറ്റൽ ചിലപ്പോൾ അപകടം കൂടുതലുണ്ടാക്കും, പ്രത്യേകിച്ച് ഈ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ള ഡ്രസ്സുകൾ. അല്ലാത്ത ഡ്രസ്സാണെങ്കിൽ മാറ്റാം, എന്നിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാം. കവർ ചെയ്ത് ക്ലീൻ ആയിട്ട് ക്ലോത്ത് മതി. നനച്ചതിന് ശേഷം ഈ നനച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇനി നനച്ചുകൊണ്ടിരിക്കുന്ന അപകടം, ആൾക്ക് വേറെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള തുണിയിട്ട് അത് മറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാവുന്ന സാധനം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഏറ്റവും നല്ല ബലമുള്ളതും ഫ്ലോയിങ് വാട്ടറാണ്. ഒരു 10 മിനിറ്റോളം 10-15 മിനിറ്റോളം തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഉള്ളിലേക്കുള്ള പരിക്ക് പരമാവധി കുറയ്ക്കും. ഇതിൻ്റെ ശതമാനം കണക്ക് വെച്ചിട്ട് ഒരാളുടെ ജീവൻ നിലനിർത്താൻ പറ്റുമോ ഇല്ലയെന്ന് തീരുമാനിക്കുന്ന ശതമാനം കണക്ക് വെച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ ശതമാനമുള്ള അനുസരിച്ച് ഇപ്പോൾ 40% കൂടുതലാണെങ്കിൽ എത്ര കെയർ കൊടുത്താലും
മരണസാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സ്കിന്നാണ് നമ്മൾ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ഓർഗൻ. ഡോക്ടർ, നമ്മുടെ ഈ ശതമാനം എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ ഏത് ഭാഗത്താണ്, ഫോർ എക്സാമ്പിൾ കൈ കാലുകളൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഗുരുതരാവസ്ഥ അല്ലാതെ ഇപ്പം നമുക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ, ഇപ്പം അബ്ഡോമൻ ഭാഗം അല്ലെങ്കിൽ മറ്റേ ചെസ്റ്റിന്, അങ്ങനെയുള്ള ചില പെർട്ടിക്കുലർ സ്ഥലത്ത് ശരീരത്തിന് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാലാണ് കൂടുതൽ ഇത് ഗുരുതരം എന്ന് പറയുന്ന അവസ്ഥ ശതമാനത്തിന് അപ്പുറത്ത്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നത് മുഖഭാഗത്തായിരിക്കും. കാരണം മുഖത്തേൽക്കുന്ന പൊള്ളൽ ശ്വാസനാളത്തിനും കൂടെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കി എല്ലായിടത്തും അതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് കൂടെ പോകുന്നത്. ഈ ഭാഗത്തേക്ക് ഏൽക്കുന്നതാണ് ഒരുപക്ഷെ ആ സമയത്ത് ജീവനപകടപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഉടനെ മരണം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നീടുള്ള കോംപ്ലിക്കേഷൻ, ഇൻഫെക്ഷൻ വരും. കാരണം നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ശരീരത്തിന് ഈ എല്ലാവിധ ആക്രമണത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന ഓർഗൻ. അപ്പോൾ അതിനൊരു വിള്ളലേറ്റ് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടും. പൊള്ളലേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടറെ, നമുക്ക് ഈ സാധാരണ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചില കേസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കേസസ്, അത് ഈവൻ പൊള്ളൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് കേസസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പം പോയിസൺ കൺസ്യൂം ചെയ്ത കേസ്, അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ട് ചിലപ്പം പകുതി ജീവനിൽ രക്ഷപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ കേസസ് ഇപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അത് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഇത് സൂയിസൈഡ് കൊണ്ട് ആണോ അല്ലെങ്കിൽ വേറെ എന്ത് ആണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊരു മെഡിക്കൽ ലീഗൽ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ആ വിവരങ്ങൾ ആരായും. ഒരു ആക്സിഡന്റ് കേസ് പോലെയല്ലല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹാങ് ചെയ്ത് ട്രൈ ചെയ്ത ഒരാൾക്ക് അത് പാതി ജീവനും കൊണ്ട് വരുന്ന സമയത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഏത് തരത്തിലുള്ള ചികിത്സ? നമ്മൾ പറയുന്നത് അത് രോഗി മാത്രമാണ്. അവരെങ്ങനെ ഇത് പറ്റിയെന്നുള്ളതല്ല, എന്താണോ പരിക്ക്, എന്താണോ അസുഖം, ഇത് മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം മരിക്കാൻ ശ്രമിച്ചതായിരിക്കാം, പക്ഷെ നമ്മുടെ ജോലി അതല്ലല്ലോ, അതിന് സഹായിക്കലല്ലോ. നമ്മുടെ ജോലി ജീവൻ രക്ഷിക്കലാണ്. അപ്പോൾ എല്ലാ കേസുകളും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഉണ്ടാകുന്ന വളരെ റെയർ ആയിട്ടുള്ള പല എക്സ്പീരിയൻസും ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പം ബൈസ്റ്റാൻഡേഴ്സിന് നേരത്തെ ബാഡ് ന്യൂസ് എങ്ങനെയാണ് ഡോക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൗതുകരമായിട്ട് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇപ്പൊ ഏറ്റവും തമാശയായിട്ട് പറയാവുന്ന സ്ഥലം 50,000 രൂപ ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ശ്രമിച്ച ആളെ ആശുപത്രി കൊണ്ടുവന്ന് 2 ലക്ഷം ബില്ലുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറെ അനുഭവങ്ങൾ കുറെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും അതിൻ്റെ ധൈര്യം പോലും ഉണ്ടാവില്ല. അത് ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ച് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ അതിൻ്റെ ട്രിഗർ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് നീ ചാവാൻ ശ്രമിച്ചല്ലേ എന്നുള്ള മാനസികാവസ്ഥയിലല്ല നമുക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് സംസാരിക്കല്ലോ. ഇപ്പോൾ ഇവർ സേവ് ചെയ്ത് മീൻസ് അങ്ങനെയല്ല, കോൺഷ്യസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ അവരെ കാണുന്ന സമയത്ത് അവർ റിയാക്ഷൻ എന്തായിരുന്നു? അല്ല, അവർ അത്രയും പ്രയാസത്തിൽപ്പെട്ടിട്ടായിരിക്കുമല്ലോ ചെയ്തത്. അതിന് നമ്മൾ കൃത്യമായി അതിനും ഇതുണ്ട്. നമ്മൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു സൈക്കോളജി കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ വീണ്ടും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള അവർക്ക് സഹായം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ അവരോട് സഹാനുഭൂതിയോടെ ആണ് പെരുമാറേണ്ടത്. കാരണം അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കില്ല അവരിത് ശ്രമിച്ചിട്ടുണ്ടാവുക. വെറുതെ ഇരിക്കുന്ന ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പോൾ അവരോട് സ്നേഹത്തോടെ തന്നെ പെരുമാറണം. അവർക്ക് എന്താണോ സഹായം ആവശ്യമുള്ളത് ആ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ പിന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പം ഫോറിൻ ബോഡി ആസ്പിറേഷൻ, നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ പിന്നെ ചെറിയ ബാറ്ററിയൊക്കെ നമ്മുടെ ബട്ടൺ ബാറ്ററിയൊക്കെ വീഴുന്ന അവസ്ഥ നമുക്ക് വീടുകൾ കാണാറുണ്ട്. പലപ്പോഴും പല ചെറിയ വസ്തുക്കളൊക്കെ എടുത്ത് വീഴുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടുണ്ട് എന്നല്ല ഡൂസ് ആൻഡ് ഡു നോട്ട്സ് എന്തായിരിക്കും അതിൻ്റെ? ഇതിൽ ഇപ്പം നമ്മുടെ വായിലേക്ക് പോകുന്ന ഒരു വസ്തു 2 സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഒന്ന് ശ്വാസനാള വഴി ശ്വാസകോശത്തിലേക്ക്, രണ്ടാമത്തത് അന്നനാള വഴി വയറിലേക്ക്. ഈ അന്നനാള വഴി വയറിലേക്ക് പോകുന്ന സാധനത്തിന് നമുക്ക് വലിയ പ്രയാസമില്ല. പിന്നീട് എടുക്കാനും കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാനും. എക്സെപ്റ്റ് ചില സാധനങ്ങൾ, ഇപ്പോൾ ബട്ടൺ ബാറ്ററി വീഴി കഴിഞ്ഞാൽ അത് ഈ നമ്മളെ ഈ അന്നനാളത്തിൽ കുടുങ്ങിപ്പോയി അവിടെ ദ്രവിച്ചിട്ട് പെർഫറേഷൻ പറയും, അതിന് തുള വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ജീവനാപകടം ഉണ്ടാവും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വസ്തു വിഴുങ്ങിയാൽ അത് വയറ്റിലെത്തി ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പിന്നൊക്കെ ആണെങ്കിൽ വയറ്റിലെത്തിയിട്ടിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ചിലപ്പോൾ എടുക്കുന്നതായിരിക്കും താനെ പോകുന്നതിനേക്കാളും പ്രയാസമുള്ളത്.
പക്ഷേ അപകടം വരാൻ സാധ്യത ശ്വാസനാളത്തിലേക്ക് പോയാലാണ്. നമ്മൾ സാധാരണ നമ്മൾ തരുവിൽ പോവാന്നൊക്കെ പറയും. അപ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് നമ്മളെ ഭക്ഷണ പദാർത്ഥമോ മറ്റെന്തെങ്കിലും വസ്തു പോകുമ്പോഴാണ് ശരീരം അതിനെ ചുമച്ച് പുറത്തേക്ക് തള്ളിക്കാനാണ് നോക്കുക. അപ്പൊ ഈ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് ചുമക്കുന്ന അപ്പം ചുമക്കുന്ന ആളെ ചുമ തടസ്സപ്പെടുത്താനാണ് പലരും ശ്രമിക്കുക. പുറത്തൊക്കെ തട്ടിട്ട് അവരെ തലക്കൊക്കെ അടിച്ചിട്ട് ചുമ നിർത്താനാണ്. ചുമക്കൽ പ്രോത്സാഹിപ്പിക്കലാണ് ഇതിനൊരു വഴി. ശ്വാസനാളം അത് പുറത്തേക്ക് തള്ളും. ഇനി ശ്വാസനാളത്തിന് പുറത്ത് തള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ഇടപെടേണ്ട കാര്യമുള്ളൂ. അതിന് ഹെംലിക് മാനർ എന്നൊക്കെ പറയും. അത് നമ്മുടെ വയറിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് ശ്വാസനാളത്തെ ചുരുക്കി ആ ശ്വാസവായു പുറത്തേക്ക് തള്ളി ആ വസ്തുവിനെ പുറത്തേക്ക് തള്ളി. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം അവരോട് സംസാരിച്ച് നോക്കലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് 100% ഉറപ്പാണ് എൻ്റെ ശ്വാസനാളത്ത് തടസ്സമില്ല. ഇനി ചെറിയ തടസ്സമൊക്കെയാണ് നമ്മൾ തുപ്പലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു ശബ്ദത്തോടു കൂടിയാണ് ശബ്ദം ഇത് വരിക. നമ്മൾ ഗർഗ്ലിംഗ് എന്ന് പറയും. ഒരു ശബ്ദവും വരാത്തൊരവസ്ഥ വരും. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കഴുത്തക്കൂടി ഇങ്ങനെ നിന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ആ സമയത്താണ് നമ്മുടെ ഇടപെടൽ വേണ്ടു. അപ്പം അനാവശ്യമായി ചെയ്യാതിരിക്കുക എന്നുള്ള ശബ്ദം പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. അവരെ ചുമയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുക, ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ഒരു ബാഹ്യ വസ്തു അകത്തേക്ക് പോയാൽ ചെയ്യേണ്ട കാര്യം. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് അത്യാവശ്യം ഒരു ട്രെയിനിങ് ഒരു വീഡിയോ എങ്കിലും കണ്ടിട്ട് ചെയ്യാവൂ. അത് ശക്തമായ സമ്മർദ്ദം വയറിൽ ചെലുത്തിയിട്ട് ഈ വസ്തുവിനെ പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കലാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ അത് ഇങ്ങനെയല്ല, കയ്യിൽ കിടത്തി പുറത്ത് തട്ടിയും മലത്തി കിടത്തി നെഞ്ചിൽ അമർത്തിയും ഈ സാധനത്തിന് പുറത്ത് തള്ളാൻ അത് പ്രോപ്പർ മെത്തേഡ് ഉണ്ട്. അത് കുറച്ച് ട്രെയിനിങ് കിട്ടുന്നത് തന്നെയാണ് നല്ലത്. അതാണ് ഞാൻ പറയുന്നത്. BLS-ഉം ഇങ്ങനത്തെ സാധനങ്ങളും നാട്ടിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കുന്നതാണ്. അത് അതിന് കൂടുതൽ പ്രോത്സാഹനം, അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് കരിക്കുലത്തിലൊക്കെ സ്കൂളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയം. എത്രയോ കാലം നമ്മൾ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. പല മേഖലയിലും ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചിലപ്പം ഈ നാഷണൽ സർവീസ് സ്കീം അല്ലെങ്കിൽ PT അംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അവരെയൊക്കെ സമീപിച്ച് നമ്മൾ ട്രെയിനിങ് കൂടുതൽ വ്യാപകമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ സഹായം പലപ്പോഴും അതിന് കിട്ടാറുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്തിട്ട് നമുക്ക് അങ്ങനെയുള്ളത് ഒരു ചിട്ടയായ ക്രമമായി ചെയ്യണമെങ്കിൽ നമുക്കതൊരു സ്കൂളിലോ കോളേജിലോ ഒരു ബേസിക് ട്രെയിനിങ് അനിവാര്യമാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. തീർച്ചയായും ഡോക്ടർ, ഇപ്പം നമുക്ക് ഈ ഗ്രാമീണ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള കേസസ്, ഇങ്ങനെ സീരിയസ് കേസ് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ള അപ്രാപ്യമായ ഒരു കാര്യം കൂടെ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഈ പറയുന്ന പോലെ പ്രാഥമിക അതൊക്കെ നമുക്ക് നാട്ടിലെ ക്ലബ്ബുകളുണ്ട്. ഇതൊക്കെ ഇതിന് നമുക്ക് ഈ ഒരുപാട് ചെറുപ്പക്കാർ വൈകുന്നേരം എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സ്കൂൾ ഗ്രൗണ്ടുകളും വയലുകളൊക്കെ നഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടത്, മറ്റു പ്രവൃത്തികളിലേക്ക് പോകുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവതുല്യമായ കാര്യം. തീർച്ചയായിട്ടും. കാരണം ഡോക്ടർ ഇതെല്ലാം കേവലം ഒരു 1 day ട്രെയിനിങ്ങിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണോ, അല്ല ഇതൊരു കണ്ടിന്യൂസ് ഫോളോ അപ്പ് ആണോ? ഇതിൽ ട്രെയിനിങ്ങിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരിക്കൽ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ദിവസം ഇത് പരിശീലിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഒരിക്കൽ പഠിച്ചു എന്ന് വെച്ചാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കില്ല് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് റീട്രെയിനിങ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്യുക, കണ്ടിന്യൂ അങ്ങനെയല്ല. ആ ഒരു ടീം ഇപ്പൊ റെസ്ക്യൂ ടീം ഒക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ അതിന് ചെയ്യാവുന്ന ഒരു സാധനം നമുക്ക് കുറച്ച് ട്രെയിനേഴ്സിന് ഒരു നാട്ടിൽ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അവർക്ക് പരിശീലനം കൊടുത്തിട്ട് എങ്ങനെ പഠിപ്പിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പം അങ്ങനെ ഡെമോ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ഡെമോ ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങളൊക്കെ അതെല്ലാം ഉണ്ട്. നമ്മൾക്ക് ഒരേ സമയത്ത് ഒരു 30 പേർ 100 പേരോളം പേർക്ക് കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മളിവിടെ തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ അതാണ്. ജീവൻ രക്ഷിക്കാനുള്ള സാധനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള മാനക്കിനുകളാണ് നമ്മൾ ആദ്യം വാങ്ങിയിട്ടുള്ളത്. ലൈഫ് സേവ് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു പരിശീലനം കൊടുക്കുക, അങ്ങനെ ഒരു ടീമിനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സൊസൈറ്റിക്ക് ഒരു അസറ്റായിട്ട് വരുന്നൊരു കാര്യമാണല്ലോ. ഈ നമ്മൾ എപ്പോഴും കാണുന്നത് ഈ സഡൻ കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ രോഗിയെ ഒരുപാട് കാലം കിടന്ന് നമ്മൾ ഈ മരണം സംഭവിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവരെ ഈ റീസസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ബോധക്ഷയമുണ്ടായി മരിച്ചു, നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നില്ലേ. അല്ലെങ്കിൽ അതുവരെ ആരോഗ്യവാനായി നടന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിജയമാഷില്ലേ, നമ്മുടെ MN വിജയമാഷ് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുവരെ ആരോഗ്യവാനായിട്ട് അസുഖങ്ങളുണ്ടാകും, പക്ഷെ സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ രാഷ്ട്രപതി
ഇവരൊക്കെ നമ്മളെ മുന്നിലെ ഉദാഹരണങ്ങളാണ്. ആ സമയത്ത് കൃത്യമായ CPR ഒക്കെ കൊടുക്കാൻ പറ്റി ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറിയാണ്. അപ്പോൾ അതിന് ആ സമയത്ത് പാനിക്കാണ് നമ്മൾ സാധനം ചെയ്യുക, ഒരു പേടി വരിക ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ ഭയം മാറും എന്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മുടെ ഒരു മാനസികാവസ്ഥ മാറണം എന്നുള്ളതാണ്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചടങ്ങ് പോലെ ചെയ്യാതെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബലം ഉണ്ടാവുക. ഓക്കെ, ഡോക്ടർ, നമ്മളിപ്പം ചികിത്സാ രീതിയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ എമർജൻസി കാഷ്വാലിറ്റി മാറി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്നത്. പക്ഷേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ ടെക്നോളജി എന്നത് അത് ഏതൊക്കെ തലത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഈ ടെക്നോളജി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എമർജൻസി മെഡിസിൻ. കാരണം നമുക്ക് എല്ലാ ദിവസവും പുതിയ സാധനങ്ങളും പുതിയ യന്ത്രങ്ങൾ, പുതിയ കാര്യങ്ങൾ, ചിലവ് മാത്രമാണ് അതിനകത്തൊരു പ്രയാസമായിട്ട് വരാറ്. ഉദാഹരണത്തിന് ഇപ്പോൾ അൾട്രാസൗണ്ട് ഒരു റേഡിയോളജിസ്റ്റ് മാത്രം കൈകാര്യം ചെയ്തിരുന്ന, അല്ലെ എക്കോ കാർഡിയോളജിസ്റ്റ് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കൊരു ശ്വാസകോശത്തിൻ്റെ പരിക്ക് കണ്ടുപിടിക്കാൻ ഒരു 15 സെക്കൻഡ് മതി ഇപ്പോൾ ഒരു അൾട്രാസൗണ്ട് വെച്ചിട്ട്. ഇപ്പം നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം, എക്സ്റേ എടുത്തിട്ടും അല്ലെങ്കിൽ പരിശോധന നടത്തിയിട്ടും ചിലപ്പോൾ അത് മണിക്കൂറുകൾ വൈകും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അപ്പോൾ പുതിയ യന്ത്രങ്ങൾ വരികയും പുതിയ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റ് എന്ന് പറയും. പണ്ട് നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് കിട്ടാൻ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ട്രോപ്പണി എന്ന് പറയുന്ന ടെസ്റ്റൊക്കെ നമുക്ക് ഒരു തുള്ളി ബ്ലഡ് അവിടെ വെച്ച് അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വരുന്ന വിധത്തിൽ സാധനങ്ങൾ ലഭ്യമാണ്. അത് വെച്ചാണ് നമുക്ക് ചികിത്സയുടെ സമയം ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ജീവൻ രക്ഷിക്കൽ മാത്രമല്ല, സമയം വൈകുന്തോറും ഇയാളുടെ ഭാവി ജീവിതത്തിനും കൂടെ വലിക്കും. ഇപ്പോൾ ഒരു ദിവസം അധ്വാനിച്ച് ജീവിക്കുന്ന ആളുടെ സമയത്തോടെ തിരിച്ച് ജോലിക്ക് പോകാന്നുള്ളത് വളരെ പ്രധാനമല്ലേ, ഏറ്റവും വേഗം. അപ്പോൾ ആ രീതിയിൽ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനം. ഇപ്പം മോണിറ്റേഴ്സ് നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ പല രീതിയിൽ പൾസ് അറിയാം, BP അറിയാം, ഓക്സിജൻ്റെ അളവ് അറിയാം. ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു എന്താ പറയുക താരത്തിൽ വെച്ച് തരുന്ന പോലെ തരുന്ന വിധത്തിൽ ടെക്നോളജി വളർന്നിട്ടുണ്ട്. അതേപോലെ ഇൻറ്റുബേഷൻ ചെയ്യാൻ വെന്റിലേറ്ററുകളുടെ സംവിധാനം മുമ്പ് ഇതൊന്നും നമ്മൾ കാണാറ് പോലില്ല എമർജൻസി വിഭാഗത്തിൽ. അത്രയും വ്യത്യാസം വരുന്ന വിധത്തിൽ നമുക്ക് ചികിത്സ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് എമർജൻസിയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. കാരണം അതാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. ഇത് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതിന് പകരം അവിടെ എവിടെയാണോ രോഗി എത്തുന്നത് അവിടെ വെച്ച് തന്നെ ഇത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. ഇപ്പോൾ സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉദാഹരണമാണ്. മാറിക്കഴിഞ്ഞ ഉടനെ അവിടെ വെച്ച് തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാൻ അവരെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. സമയം ഒരുപാട് ലാഭം വരും. ഡോക്ടർ, നമ്മൾ ഈ എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സ് ഒരുപാട് റെയർ എക്സ്പീരിയൻസ് അതിനകത്തുനിന്നുണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരുപാട് സംഭവം. ഡോക്ടർ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിവസവും ഓരോ സംഭവം ഉണ്ടാവും. അത് നമുക്ക് ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയാം ഒരു താങ്ക്ലെസ് ജോബാണ്. കാരണം നമ്മുടെ അടുത്ത് അബോധാവസ്ഥയിൽ വന്ന ഒരു രോഗി നമ്മൾ ചിലപ്പോൾ ആളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവും, ഹൃദയസ്തംഭനം മാറ്റിയിട്ടുണ്ടാവും. അദ്ദേഹം ഉണരുന്നത് മറ്റൊരു വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സാധാരണ റൂമിലായിരുന്നു. നമ്മളെ ഒരിക്കലും അവർ കാണാറില്ല അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാറില്ല. പക്ഷെ ആ ആള് നമ്മളെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഒരു സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് എല്ലാ ദിവസവും പലപ്പോഴും ഒഴിവാക്കി പോയിടത്തുനിന്ന് നമ്മൾ തിരിച്ച് ജീവൻ രക്ഷിച്ച് അവർ നമ്മളെ മുന്നിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ മരണം സുനിശ്ചിതമാണ്. മരണം സ്ഥിരീകരിക്കാൻ കൊണ്ടുവന്ന രോഗിയെ ഞങ്ങൾ CPR ചെയ്ത് റിവൈവ് ചെയ്തിട്ട് ജീവനോടെ തിരിച്ചു കൊടുത്തു. അങ്ങനെ സിറ്റുവേഷനിൽ അത് അങ്ങനെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയാറില്ലേ, ചില മിറാക്കിളൊക്കെ ഉണ്ട്. ഇത് മിറാക്കിളൊന്നുമില്ല, ഇത് സയൻസാണ്. കാരണം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് അല്ലെ ആ മെഡിസിനിലെ ഡോക്ടേഴ്സോട് നമുക്ക് വളരെ കൗതുകരമായിട്ട് ചോദിക്കാൻ പറ്റും ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ കാണാം വളരെ ഒരു 1% പോലും പോസിബിലിറ്റി ഇല്ലാത്ത ചില സിറ്റുവേഷൻ ഒക്കെ പറയാറുണ്ട്. പക്ഷെ അവിടുന്ന് പോലും അത് അതാണ് ഞാൻ ഈ ശതമാനത്തിന് യാതൊരു വിലയില്ലെന്ന് പറയുന്നത്. ശതമാനമല്ല തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ സഡൻ കാർഡിയക് അറസ്റ്റൊക്കെ ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം ഒരു ചെറിയ ഈ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയൊരു തകരാറ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കും. നമുക്കൊന്ന് തിരിച്ചാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ചിലപ്പോൾ തിരിച്ചു വന്നിരും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വിചാരിച്ച ആൾക്കാർ നമ്മളെ മുന്നിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും ഡോക്ടർ? മുമ്പ് എന്നോട് ഇതൊരു ക്ലാസ്സിൽ വെച്ചൊരു ചോദ്യം, എനിക്ക് ഏറ്റവും ഭയമുള്ളത് ഏത് തരത്തിലെ രോഗികളെ നോക്കാനാണ്. ഞങ്ങൾ നടന്ന് ഒരു കുഴപ്പമില്ലാതെ വരുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ ആണ് നമുക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാവുക. അതേസമയം ആക്സിഡൻ്റ് ഒക്കെ പറ്റി മരിക്കാറായി കിടക്കുന്ന ആളെ സംബന്ധിച്ചുള്ള നമുക്ക് ജോലി ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഉണ്ടാവാറുണ്ട്. കാരണം ഇതൊന്നും പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പോൾ ഒരു മരുന്നിനോട് ഓരോ ആൾ പ്രതികരിക്കുന്ന രീതി പല ഡിഫറെന്റ് വേയിലായിരിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ആത്മാർത്ഥതയോടെ കൃത്യമായ സയന്റിഫിക് ബേസിസിൽ ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാതിരിക്കുക എന്നുള്ളത്. നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ അസ്വസ്ഥരാകും. ഡു യുവർ ജോബ്. മറ്റേ നമ്മള് കർമ്മണ്യവാധികാരസ്ഥ മാബലേഷ് കഥാചര എന്നൊക്കെ പറയുന്ന പോലെ ഫലം എന്താണെന്നല്ല നമ്മുടെ പ്രശ്നം. ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫലം നല്ലതാണ്, സന്തോഷിക്കാം. ഫലം മോശമാണെങ്കിൽ സങ്കടപ്പെടാതിരിക്കുക. ഡോക്ടർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ബ്രേക്ക്, അതായത് ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം ബ്രേക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പം വളരെ സാഡ് ന്യൂസ് ഒക്കെ ബ്രേക്ക് ചെയ്യണം ബൈസ്റ്റാൻഡേഴ്സിനോട് പറയുന്ന ചില സിറ്റുവേഷനിൽ അത് ഡോക്ടറിനെ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാഡ് ന്യൂസ് ബൈസ്റ്റാൻഡറോട് പറയേണ്ടത് ഒന്ന് അത് ഡോക്ടറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ല അസിസ്റ്റൻസിന് ആരാകും? ഞാൻ കഴിയുന്നത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. കാരണം ഒന്ന് ആ സീനിയോറിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ വന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ബന്ധുക്കൾക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ ചില ആൾക്കാർ വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുക. അപ്പോൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ളത് എങ്ങനെ ഗ്രാസ്പ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഏതൊരു മോശം നമുക്ക് ഒരു ഗ്രീഫിൻ്റെ കുറേ ഘട്ടങ്ങളുണ്ട്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം ആങ്കറാണ്. അപ്പോൾ നമ്മളൊരു മോശം വാർത്ത അവരോട് പറയുമ്പോൾ 100% ഉറപ്പാണ് അവർ ദേഷ്യപ്പെടുന്നുള്ളൂ. അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നത് എന്നുള്ളത്. അവർ ദേഷ്യപ്പെടും. നമ്മൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെടാനോ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ മോശമാവും. ചില ഘട്ടത്തിൽ അവർ അത് കഴിഞ്ഞാൽ അവർ പറയും ഇല്ല, അത് ഡിനൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇല്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെ പറ്റില്ല, പാടില്ല, ആ രീതിയിൽ വരും. പിന്നെ അവർ ഒരു ബെഗ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഘട്ടങ്ങൾ നമുക്കറിയാം, നമ്മൾ എവിഡന്റ് ആയിട്ട് നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറാൻ പഠിക്കണം. ഇപ്പം ആങ്കറിന്റെ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാതിരിക്കണം. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കണം. ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കും, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയാം അത് അവരെന്താ അങ്ങനെ ചെയ്യുന്നത്. എന്നോട് മുൻ വൈരാഗ്യം ഉണ്ടായിട്ടുള്ള ആളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പൊ അയാൾ എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മനഃപൂർവ്വം ആ സമയത്തുള്ള വികാരം കൊണ്ട് ചെയ്തതായിരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പം എന്താ പറയുക, അത് അവരുടെ ക്യാരക്ടറിന്റെ ഭാഗമാവും. എത്ര പറഞ്ഞാലും ബോധ്യപ്പെടാതെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരസഹായം തേടുക എന്നുള്ളത് മാത്രമാണ്. അവരവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക. വയലൻ്റ് ആകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കഴിയുന്നതും പോലീസ് ഹെൽപ്പ് നേടൽ തന്നെയാണ് ഇപ്പം. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അവരോട് ബലം പിടിക്കാനൊന്നും നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നമ്മൾ ആ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. അല്ല, ഇങ്ങനെ ഈ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സീരിയസ് ആയി വന്ന കേസ് വന്ന സമയത്ത് ഡോക്ടർ ഇപ്പോൾ അത് വിത്തിൻ ടൈമിൽ അതിൻ്റെ അപ്ഡേറ്റ് കൊടുക്കുമല്ലോ. ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ നെഗറ്റീവ് റിസൾട്ടിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, അത് വേഴ്സ്റ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, ബാഡ് ന്യൂസിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്കത് 1 by 1 ആയിട്ട് അതിൻ്റെ അതിൽ വരുന്ന കാലതാമസമാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ചിലപ്പം ഈ ഡോക്ടർ കംപ്ലീറ്റ്ലി ആ രോഗിയെ ചികിത്സിക്കുന്നതിന് ഇൻവോൾവ് ആയിരിക്കും. ചിലപ്പോൾ രോഗിയുടെ ബന്ധുക്കളെ പോയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അതും പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ഒരു രോഗിയെ ഒരു റൂമിനകത്തേക്ക് കയറ്റി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് സോറി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേ വിൽ ഗെറ്റ് ആംഗ്രി അല്ലേ. അപ്പോൾ അതിനാൽ നമ്മളൊരു ടീം വർക്ക് സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ കൗൺസിലിംഗ് റൂമുണ്ട് നമുക്ക്. നമ്മൾ വഴിയിലൊന്ന് നിർത്തി അവരവിടെ ഇരുത്തി സംസാരിക്കുന്ന എന്താണോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന വിധത്തിൽ സംവിധാനം നമുക്കുണ്ട്. അതിന് കൗൺസിലിംഗ് റൂം തന്നെയാണ് പറയുക. അതിൽ അവിടെ പോയിട്ട് ബൈസ്റ്റാൻഡേഴ്സിനെ കൗൺസിൽ ചെയ്യുന്ന സംവിധാനമുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഡോറ് തുറന്നിട്ട് സോറി പറയുന്നത് മാറ്റിയിട്ട് അവരെ ഒരു സ്ഥലത്ത് ഇരുത്തി അവരോട് കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ സാധാരണ ഒരു രോഗി ഒരു ബാഡ് സ്റ്റേജിലാണെങ്കിലും ഒരു സീരിയസ് സ്റ്റേജിലാണെങ്കിലും നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ജെന്യൂനായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറഞ്ഞല്ലേ. നമ്മൾ ആ സ്റ്റേജ് അതാണെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സീരിയസ്നെസ് കുറച്ചും കൂടി, അതായത് കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് അതിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ തന്നെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓരോ ആളുകൾക്കും ഈ വാർത്ത കൊടുക്കുന്ന ഓരോ രീതികളുണ്ടാവും. ഞാനെപ്പോഴും തുടരുന്ന രീതി സത്യസന്ധതയാണ്. എന്ന് വെച്ചാൽ ഉള്ള കാര്യം പറയാന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചുള്ള അത് നല്ല രീതിയിൽ എടുക്കില്ല, പറഞ്ഞ് പേടിപ്പിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ ഞാനത് തുടരുന്ന സംവിധാനം വെച്ചാൽ ഫാക്ട് അറിയണം അവർ. പിന്നെ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അനാവശ്യമായ വാഗ്ദാനം കൊടുക്കരുത്. ഞാൻ നോക്കട്ടെ നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റില്ല ചോദ്യം വരും. നേരത്തെ പറഞ്ഞതല്ലേ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്.
അപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് തന്നെ പറയും. ഇത് ഒരുപാട് ഉദാഹരണമുണ്ട്. നമ്മളിപ്പോൾ 100 തരം പരിക്കുകളെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം രോഗിയുടെ ബന്ധുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിൽ കൂടുതൽ കുഴപ്പമൊന്നും വരാനില്ല. പക്ഷെ അപ്പോഴും അവരോട് പറയേണ്ടത് ഇതാണ്, നമ്മൾ ഈ രീതിയിൽ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ ഈ കോംപ്ലിക്കേഷൻസ് സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ വേണം. നമ്മളിപ്പോൾ ഒരു ചികിത്സ തുടങ്ങുമ്പം ആ ചികിത്സയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് അവരെ നേരത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയുകയും വേണം. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രോക്കിൻ്റെ ചികിത്സ നടത്തുമ്പം മരുന്ന് കൊടുക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് അവർ പറയാതെ ഇരിക്കുകയാണ് കൂടുതൽ അപകടം ചെയ്യുക. ചികിത്സയുടെ ഇത് തീരുമാനിക്കേണ്ട സത്യത്തിൽ ഡോക്ടറല്ല. നമുക്ക് എന്തൊക്കെ ചികിത്സ ഉണ്ടെന്ന് രോഗിയുടെ ബന്ധുക്കളോട് പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ ജോലി. അവരുടെ സമ്മതത്തോടെ വേണം ട്രീറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ കൺസെൻറ്റ് വേണം. ഇപ്പോൾ എൻ്റെ അച്ഛനെ എങ്ങനെ ചികിത്സിക്കണമെന്ന് ഞാനത് തീരുമാനിക്കേണ്ടത്, അല്ല എൻ്റെ അച്ഛനാ തീരുമാനിക്കേണ്ടത്. ഈവൻ ഡോക്ടറല്ലല്ലോ. ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബൈസ്റ്റാൻഡർ പറയൂലേ, അത് അവർ ചില സമയത്തിൽ അത് വേണ്ട എന്നോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഡോക്ടർ വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ്, രോഗിയേക്കാളും കൂടുതൽ ആ സിറ്റുവേഷൻ ഡോക്ടർ ഈ പറയുന്ന സ്ട്രോക്കിലും ഹാർട്ട് അറ്റാക്കിലും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമല്ലേ എന്ന് വിചാരിച്ചിട്ട് വൈകിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. 100 ആളോട് അഭിപ്രായം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ നിമിഷം കഴിയുന്ന രോഗിയുടെ അവസ്ഥ മോശമാവും നമുക്കറിയാം. നമ്മൾ അവരെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കും. ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചില ആൾക്കും പറ്റില്ല. അതിൽ നമുക്ക് റോളില്ല എന്നുള്ളതാണ് എൻ്റെ. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ചികിത്സ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട രോഗിയുടെ ബന്ധുക്കൾ. ജീവൻ രക്ഷിക്കാനുള്ള സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിനും കൺസെൻറ്റ് എടുത്തിരിക്കണം. അവർ തീരുമാനിക്കണം. അതിലുണ്ടാകുന്ന ബലം അവരാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ അവർ ഈ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്ന രോഗിയായിരിക്കും. പക്ഷെ നമുക്ക് പറയാനേ പറ്റും. സമ്മതമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അല്ലാതെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ബന്ധുക്കൾക്കാണ്. കൃത്യമായ ചികിത്സ പറയാം. അത് എന്താണോ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുക അതും പറഞ്ഞു കൊടുക്കുക. തീരുമാനം പറയാൻ പറയാം. ചിലത് നമ്മൾ സമയം കൊടുക്കും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ പറയണം. കാരണം അല്ലെങ്കിൽ 4 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഈ 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരോട് അടിയന്തരമായിട്ട് ചില ആൾക്കാർ ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്ത് ഞങ്ങൾ ഒരു ഓഡിറ്റ് നടത്തി നോക്കി. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സ വൈകാനുള്ള ഏറ്റവും പ്രധാനം കാരണം കൂടെ വന്ന ബന്ധുക്കൾ തീരുമാനം എടുക്കാൻ വൈകിയതിലാണ്. അപ്പോൾ ഞങ്ങൾ അത് മാറ്റാൻ വേണ്ടി കൂടുതൽ ശാസ്ത്രീയമായി ഇങ്ങനത്തെ രോഗികൾക്ക് എങ്ങനെയാണോ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഓഡിയോ വീഡിയോ വിഷ്വൽസ് അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അൾട്ടിമേറ്റ്ലി അത് ബാധിക്കാൻ പോകുന്നത് രോഗിയുടെ ഭാവി ജീവിതത്തെ. വൈകും തോറും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശം പമ്പിങ് കുറയും. പിന്നെ ചിലപ്പോൾ മരിച്ചില്ല എന്ന് വരും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിടുന്ന സ്ഥിതിയാണ്. അപ്പം അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. തീരുമാനം അവരുടെയാണ്. ഡോക്ടർ, ഈ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ആസ് എ എമർജൻസി ഡോക്ടർ എന്നുള്ളത് ഒരു പ്രിയ ഡിസിഷൻ ആയിരുന്നു, അതല്ല യാത്രക്കിടയിൽ? എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ചോദിക്കുന്നെങ്കിൽ പറയാനാണെങ്കിൽ ഞാൻ ആദ്യം എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് മെഡിസിൻ തന്നെ തീരുമാനിക്കുന്നത്. പിന്നെ ജോലി ചെയ്തത് മുഴുവൻ അന്നത്തെ സോ കോൾഡ് കാഷ്വാലിറ്റിയിലാണ്. അപ്പോൾ ഒക്കെ നമുക്ക് എന്തോ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്യും. ഇതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അപ്പോഴാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയതും കാലിക്കറ്റ് മിംസിൽ അതിനെപ്പറ്റി പറയുന്നതും. അവിടെ അങ്ങനെ ആണ് ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ അതിൽ എമർജൻസി മെഡിസിൻ കൂടാതെ ഇതിൻ്റെ ഞാൻ 2012 മുതൽ ഇപ്പോൾ 12 വർഷമായിരുന്നു. അത് കൂടാതെ നമുക്ക് വേറെ ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഒരു കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ATLS, ACLS എന്നൊക്കെ പറഞ്ഞിട്ട് BLS ഒക്കെ പോലെ തന്നെ അത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അതിൻ്റെ ട്രെയിനറാണ്. ഇപ്പം ട്രോമ ലോകത്ത് മുഴുവൻ ഈ ട്രോമ ചികിത്സിക്കേണ്ട സംവിധാനത്തിന് നമ്മൾ ATLS എന്ന് പറയും, അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിനറാണ്. അപ്പം അത് അങ്ങനത്തെ കുറേ കൂടുതൽ കാര്യങ്ങൾ, അതേപോലെ ദുരന്ത നിവാരണത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. വൈൽഡർനെസ് മെഡിസിനിൽ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ പേഷ്യൻസിനെ കൂടുതൽ ചികിത്സിക്കുന്നതിൻ്റെ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനോ ബാക്കിയുള്ളവർക്ക് ഇതിന് ഏറ്റവും പ്രധാന സാധനം നമ്മുടെ നാട്ടിൽ ട്രെയിൻഡ് ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഏകദേശം 24ഓളം ഡോക്ടർമാർ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഈ രോഗികളെ എമർജൻസി മെഡിസിൻ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞു പോയ ആൾക്കാർ കണ്ണൂരെ പല ആശുപത്രികളിലും പോയിട്ട് അവിടെ ബോർഡ് മാറ്റി എമർജൻസി മെഡിസിൻ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. കോമ്പീറ്റിംഗ് ഹോസ്പിറ്റലായിരിക്കാം, പക്ഷെ അവിടുത്തെ എമർജൻസി വിഭാഗം കാണുമ്പോൾ അവിടെ ഒരു എമർജൻസി ട്രെയിൻഡ് ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് 100% പഴയതിനേക്കാൾ ഒരു 10 രോഗികളെങ്കിലും അവർ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാവുന്നു.
അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കലാണ് ഏറ്റവും അത് നമുക്ക് ഏത് ഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ സാധാരണ നാട്ടുകാരെ മുതൽ ഡോക്ടേഴ്സിനാവാം, ടീച്ചേഴ്സിനാവാം, എല്ലാ ആൾക്കാരെയും ട്രെയിൻ ചെയ്ത് ഒരു മിനിമം ബേസ് ട്രെയിനിങ് എങ്കിലും എല്ലാവർക്കും ഈ ഒരു അടിയന്തര ചികിത്സയിൽ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ പ്രൊസീജിയർ എന്താണ് ഡോക്ടർ? ഇപ്പൊ നമുക്ക് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു കോളേജിന് ഇങ്ങനെ ട്രെയിനിങ്ങിന് ആവശ്യകത ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആസ്റ്റർമെംസിനെ ഇതിൽ പറയുന്നത് വേറെ രീതിയിൽ എടുത്തത് ഇതൊരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് വേണം. സത്യം ഇത് രാഷ്ട്രീയം കൂടെയാണ്. അത് എന്താ വെച്ചാൽ ആ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു മേഖല അതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പറയണമെന്ന് കൂടെ ഇതാണ്. ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കി വെക്കാം. ഒരു കമ്പൽസറി സിസ്റ്റം ആക്കണമെന്നില്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് വന്ന് ചെയ്യുന്നത് ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് അതിപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ പേരിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഭരണകൂടമാണ്. അതാണ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് വേണം ഈ കാര്യത്തിൽ. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. സ്കൂൾ ഘട്ടത്തിൽ PTA ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ഇതിൽ ഒരു ആരും ചെയ്യുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. നമ്മുടെ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല സ്കൂളുകൾ, കോളേജുകൾ പലർക്കും ഇത് എങ്ങനെയാണ് ഒരു ട്രെയിനിങ് കിട്ടാനുള്ള സാഹചര്യം എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്? ഒരു പ്രൊസീജിയറില്ല, ഞങ്ങൾ അറിയിക്കാത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ന ഇത്ര പേരുണ്ടാവും, ഇന്ന ദിവസം ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള സമയം അതിന്റെ ഡേറ്റിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അവർ അതിനുള്ള സ്ഥലവും സൗകര്യം ഉണ്ടാക്കി തരാം എന്നുള്ള മാത്രമേ ഉള്ളൂ. ഒരു സെലക്ടഡ് ഗ്രൂപ്പ് ആൾക്കാരാണ്, എന്ത് തരം ട്രെയിനിങ് ആണ് അവർക്ക് വേണ്ടത് നമ്മൾ പറയും മാത്രമേ. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫോർമൽ പ്രൊസീജിയറും ഒന്നുമില്ല. ഇതിനൊക്കെ പ്രൊസീജിയർ വെക്കുന്നത് മോശമല്ലേ? ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ ചെയ്യുന്നത്, നല്ല കാര്യത്തിന് വേണ്ടിയല്ല. നമുക്ക് വലിയ ചെലവില്ലാത്ത രീതിയിൽ തന്നെ ചിലപ്പോൾ യാത്രാ ചെലവും ഇത് മാത്രമേ, പിന്നെ നമ്മൾ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്ന വോളണ്ടിയേഴ്സ് ഉണ്ടാവും, അവർക്കൊരു ചെറിയ റെമ്യൂണറേഷൻ അല്ലാതെ വലിയ ചെലവും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഡോക്ടർ, നമുക്ക് മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വളരെ ഗുണപരമായ കാര്യം, അങ്ങനെ പ്രേക്ഷകർക്ക് ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, നേരത്തെ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ കാഷ്വാലിറ്റിയെ കുറിച്ച് അറിയാം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര വാസ്റ്റാണ്, അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവങ്ങൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമികമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ്. അതാണ് എന്നത് നമുക്ക് ഇത്രയും വളരെ വിശദമായിട്ടാണ് ഡോക്ടർ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മെഡിട്രാക്ക് എന്നുള്ള പ്രോഗ്രാമിൽ സംസാരിച്ചത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് എനിക്കും ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒന്ന് ജനങ്ങളെ ഇത് അറിയിക്കാൻ നിങ്ങളെടുത്തിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഒരു എഫേർട്ട്, അതിനെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾക്ക് ഒരു വിഷമമുള്ള ഡോക്ടർമാർക്ക് പോലും ഇപ്പോൾ കാഷ്വാലിറ്റി മാറി എമർജൻസി മെഡിസിനായ ഒരു ഇത് തലയിൽ കയറാത്ത സമയത്ത് നിങ്ങൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് ഇത് ബോധ്യപ്പെടുത്തുന്നതിൽ സംഘടിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ.